കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ സെഷനിൽ, മോർണിംഗ് സെഷനിൽ നമ്മൾ വന്നു ചേരുവാൻ ദൈവം സഹായിച്ചു. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, വേദിയിലായിരിക്കുന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആമേൻ. ഇന്ന് വളരെ ആകാംക്ഷയോട് ദൈവസന്നിധിയിൽ നമ്മൾ വന്നു ചേർന്നു. ആമേൻ. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവിക വിടുതലുകൾ ദൈവം നിശ്ചയമായും ചെയ്യും. നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയുടെ പിൻബലവും അനുസരിച്ചായിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ആമേൻ. ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ സിജോ പോൾ അവരുകളാണ് ഇന്ന് നമ്മുടെ ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് വന്നു ചേർന്നിരിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷേകത്തിനെ ശക്തിയോട് ദൈവം ഉപയോഗിക്കുവാനിടയായി തീരും. ആമേൻ. ഒരു കാര്യം നിശ്ചയമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കാലപ്പഴക്കം എത്ര ചെന്നാലും ദൈവം അത് നിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം. അങ്ങനെയെങ്കിൽ ചിലരുള്ള ദൂതാണ്, ദൈവവാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ഇനി അതിദൂരമല്ല. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേര് വിശ്വാസത്തോട് ഹൃദയം പകർന്ന ദൈവസന്നിധിയിൽ ദൈവസന്നിധി സമർപ്പണത്തോടെ ആയിരിക്കും? അത്ഭുതങ്ങളുടെ ദിവസമാ ഈ ഉപവാസ പ്രാർത്ഥന. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ ദൈവത്തിൻ്റെ ദാസന്മാരെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആമേൻ. അതിനായി ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുൻപ്, പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് തുടർന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ എൻ്റെ ദൈവം തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ തന്നെ പ്രാർത്ഥനയോട് നിങ്ങളായിരിക്കുമെങ്കിൽ ചില ദൂതുകൾ, വെളിപ്പാടുകളൊക്കെ ദൈവം നമുക്ക് നൽകിത്തരും. കർത്താവിൻ്റെ അഭിഷേകത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ സഭയിൽ വളരെ സുപരിചിതനാണ്. ആമേൻ. നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് പകലും രാത്രിയിലും ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ദൈവദാസനെ ഈ മോർണിംഗ് സെഷനിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിച്ച് ചേർന്ന് വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധാനത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും, മാതാപിതാക്കന്മാർക്കും, കുഞ്ഞുങ്ങൾക്കും, വിശേഷിച്ച് ഈ പകൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ തോമസ് കുട്ടി പാസ്റ്റർ, മറ്റ് കർത്താവിൽ അനുഗ്രഹീതരും ശ്രേഷ്ഠരുമായ എല്ലാ ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകലും സഹായിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനമായിരിക്കാം. ഞാൻ മുഖവരകളൊട്ടും ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളോട് പറയുവാൻ പ്രകാശിപ്പിക്കുന്ന ദൈവജന ഭാഗത്തെ വേഗത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഈ പകലത്തെ സവിശേഷമായ ദൈവജന ചിന്തകൾക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിക്കാം. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഈ വാക്യത്തെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ പോകുന്നത്. ഈ വചനത്തിൻ്റെ ശക്തമേറിയ പ്രകാശനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലും നന്നായിട്ട് തുറക്കേണ്ടതിന് നമ്മുടെ കണ്ണുകൾ കർത്തൃസന്നിധാനമടച്ച്
ഒരു നിമിഷം കൂടെ നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലയെ ചിഹ്നിപ്പിക്കുന്നു. യഹോവയുടെ ശബ്ദം സ്തോത്രം കാദേശ് മരുഭൂമിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം ഇന്ന് പകൽ ഈ ചർച്ചിനകത്തും ശക്തിയോടെ മുഴങ്ങുവാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ നന്നായിട്ട് ഇതിനകത്ത് മുഴങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട എല്ലാ വിടുതലുകളും വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കേണ്ടതിന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. പുതിയ ജനനങ്ങൾ നടക്കട്ടെ. പുതിയ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. പുതിയ നന്മകൾ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽ ശത്രു ഒതുക്കിയ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രവേശിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരേണ്ടതിന് ദൈവത്തോട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. റഥന റഗ സന്തൽക്കരാധിയ ശമർത്ഥനി അൽപ്രശ്പചാമന സത്തരാജന റുദാലമ ശതുരാ ജഗൽക്കരാധിയാന. തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം ഇതിനകത്ത് പുറപ്പെടട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ PMG ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകൽ പുറപ്പെടട്ടെ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അതതിൻ്റെ കാര്യം സാധിപ്പിക്കാതെ, അയച്ച ഇഷ്ടം നിവർത്തിക്കാതെ അയച്ചവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല എന്ന ദൈവവചനത്തിൻ്റെ ഉറപ്പേറിയ പ്രഖ്യാപനം ഇന്നു പകൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. കഴിഞ്ഞ രാത്രി മുതൽ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ സെക്ഷനിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ശരീരത്തിൽ ശക്തിയോടെ വെളിപ്പെടട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും. യേശുവിൻ നാമത്തിൽ ജയം. ഞങ്ങളെ ക്രിസ്തുവേശുവിൽ കൂടെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പകൽ അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്തതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ച ദൈവജന ഭാഗത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിൻ്റെ വികാസനം എനിക്ക് പ്രകാശപ്രദമാണ്. അതല്പബുദ്ധിയെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് അങ്ങയുടെ തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ വചനത്തിൻ്റെ ശക്തമേറിയ പ്രകാശനങ്ങൾ, വികാസനങ്ങൾ ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ പകൽ വചനം ശുശ്രൂഷിപ്പാൻ അടിന നാവിനെയും ശബ്ദത്തെയും ചിന്തകളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. ദൈവഹിതമില്ലാത്ത വാക്കുകൾ ഉച്ചരിപ്പാൻ അനുവദിക്കരുത്. ദൈവഹിതമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ തുറന്ന് ജനത്തോട് സംഭാഷിപ്പാൻ പരിശുദ്ധാത്മാവ് അധികാരപ്പെടുത്തണമേ. ഈ പകലത്തെ വചന ശുശ്രൂഷകൾക്ക്, ആത്മീയ ആരാധനകൾക്ക്, ആത്മീയ മുന്നേറ്റങ്ങൾക്ക്, ശാരീരിക സൗഖ്യങ്ങൾക്ക് എതിരായി വ്യാപരിച്ചു പൊങ്ങുന്ന ഈ ദേശത്തിലെ എല്ലാ പൈശാചിക പാരമ്പര്യാധിപത്യങ്ങളെ, എല്ലാ ഇരുട്ടിൻ്റെ സ്വാധീന മേഖലകളെ
ശത്രുവിൻ്റെ സകല മന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും മാനുഷിക മുൻവിധികളെയും നസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സഭയായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന്, അഭിഷക്തന്മാരായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആത്മാവിൽ ഇതിനെ ശാസിച്ച് ദൂരെ അകറ്റുകയാണ്. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം ഉയർത്തപ്പെടണമേ. ജയം ഞങ്ങൾക്കും നൽകണമേ. നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും കേട്ട് ഉത്തരമരുളും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി ബലത്തോടൊരു ഹല്ലേലൂയ പാടാം. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലും വീണ്ടും ഈ ദൈവസഭയിൽ കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തെ ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭ്യമാക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തെ എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഒരു വലിയ പദവിയായി, മഹാഭാഗ്യമായും കണക്കാക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് കർത്താവിൽ ശ്രേഷ്ഠരും ബഹുമാനിരുമായ ദൈവദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. നാം വായിച്ച ദൈവജനത്തെ ആസ്പദീകരിച്ചാണ് പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ പോകുന്നത്. വായിച്ച ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യോഹന്നാൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ പറ്റി നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. ഞാൻ യോഹന്നാനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ പരിചയപ്പെടുത്താറുണ്ട്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടൊരു സുവിശേഷകനാണ്, ദൈവമനുഷ്യനാണ് യോഹന്നാൻ. ദൈവസ്നേഹത്തിൻ്റെ ഉയരം, ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ നീളം, ദൈവസ്നേഹത്തിൻ്റെ വീതി ആത്യധികമായി, അവർണ്ണനീയമായി, അഗാധമായി നിർവചിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരനാണ് യോഹന്നാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷഭാവവും യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളും നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ദൈവസ്നേഹത്തെ നിർവചിക്കുന്ന ധാരാളം വാക്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ, ഈ പുസ്തകങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെയാകുന്നു. ഇനി പുതിയ നിയമത്തിലെ കീവേഡ്, താക്കോൽ വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ശ്രേഷ്ഠകരമായ നിർവചനങ്ങളെ കൊണ്ട് യോഹന്നാൻ്റെ എഴുത്തുകൾ അതിശക്തമായി മുൻപോട്ട് പോകുകയാണ്. ഇനി ദൈവസ്നേഹത്തെ പരാമർശിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ വളരെ ശക്തമായ അനുഭവങ്ങളെ യോഹന്നാൻ എഴുതിയ ലേഖനത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷ ഭാഗത്തിലും കാണാൻ കഴിയുമെങ്കിൽ തന്നെയും ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മൃഗീയമാണ്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. നന്മയ്ക്ക് പകരം നന്മ ചെയ്താൽ മാനുഷികമാണ്. എൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടിനകത്ത് കർത്താവിൻ്റെ ദാസന്മാർ എന്നെ പണസംബന്ധമായോ മറ്റ് പ്രാർത്ഥനയിലോ സഹായിച്ചാൽ, അവരുടെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ അവരുടെ പ്രതിസന്ധിയിൽ വന്ന് കണ്ട് അവരെ പ്രാർത്ഥനയിലൂടെയോ
സാമ്പത്തികത്തിലൂടെയോ സഹായിച്ചാൽ അതൊരു മാനുഷികമായ പരിഗണനയാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. ഇനി തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ അതിൻ്റെ പിന്നിൽ ഒരു മൃഗീയ വാസനയുണ്ട്. അടുത്തത് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തിന്മ ചെയ്യാനാ ആഗ്രഹമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് മുഴുവൻ തിന്മയാ വരുന്നു, പക്ഷേ തിരിച്ച് നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് സാക്ഷാൽ ദൈവസ്നേഹമാണ്. ഞാൻ വിശദീകരിക്കാം, എല്ലാവരും കേൾക്കണം. യേശുവിനെ പിടിച്ചു കെട്ടുവാൻ പടത്തലവന്മാരും പടമേധാവികളും ഒന്നിച്ച് ഗദസമന തോട്ടത്തിനകത്തേക്ക് ഇരച്ചു കയറുന്ന സമയത്ത്, യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ശിഷ്യന്മാരെല്ലാവരും ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഉറക്കത്തിൽ നിന്ന് ശിഷ്യന്മാരെല്ലാം ചാടി എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ പത്രോസും ചാടി എഴുന്നേറ്റു. തൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു വാള് എടുത്ത് മഹാപുരോഹിതൻ ദാസനായ മൽക്കോസിൻ്റെ കഴുത്തിന് വെട്ടുമാറി ചെവിയിൽ കൊണ്ടു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതായതുകൊണ്ട് അത്രയും കൃത്യതയുണ്ടായില്ല. കഴുത്തിന് വെട്ട് മാറി ചെവിയിൽ കൊണ്ട് ചെവി അടർന്ന് താഴെ വീഴുകയാണ്. ആ ചെവി ചോരയിൽ കിടന്ന് രക്തത്തിൽ കിടന്ന് പുതഞ്ഞ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് യേശു പത്രോസിനെ ചേർത്ത് പിടിച്ചിട്ട്, പത്രോസേ, നിനക്കെന്തൊരു സ്നേഹമാണ് എന്നോട്! ഇവരിൽ ആരും കാണിക്കാത്ത ഒരു സ്നേഹത്തിൻ്റെ പ്രദർശനം നീ എന്നിൽ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി യേശു പ്രശംസിക്കുകയല്ല. പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞു, പത്രോസേ, വാള് ഉറയിൽ ഇടുക. വാൾ എടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ആ ചോരയിൽ പുതഞ്ഞു കിടക്കുന്ന ആ ചെവി, അടർന്നു വീണ് കിടക്കുന്ന പിടയ്ക്കുന്ന ചെവി എടുത്തിട്ട് മൽക്കോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഈ ചെവി അടർന്നു പോയ സ്ഥലത്തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് യേശു നമ്മെ കാണിക്കുന്ന ഏറ്റവും ശക്തമായൊരു കാര്യം എന്താണെന്നറിയാമോ? തിന്മ ചെയ്യാൻ വരുമ്പോഴും നന്മ ചെയ്യാൻ തയ്യാറാകുക. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, നന്മയാൽ തിന്മയെ ജയിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ, ശക്തി നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി യോഹന്നാൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ പറ്റി ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം, മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ എല്ലാം യേശുവിൻ്റെ ക്രൂശീകരണമാണ്. ഇനി മത്തായി എഴുതിയ സുവിശേഷം 27-ഉം മർക്കോസ് 15-ഉം ലൂക്കോസ് 23-ഉം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു പരിശോധിച്ചാൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഒടുവിലത്തെ വിശദീകരണം അവർ നടത്തുന്ന ഇങ്ങനെയാണ്: അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാണനെ വിട്ടു. 3 സുവിശേഷകന്മാരും അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയ എന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. മറ്റു 3 സുവിശേഷകന്മാരും എഴുതാത്ത ഒരു പ്രത്യേക പദം യോഹന്നാൻ എഴുതി ചേർത്തു. ആ പദം ഇങ്ങനെയാണ്: നിവർത്തിയായി. മറ്റു 3 സുവിശേഷകന്മാരും നിവർത്തിയ എന്ന പദം എന്താണ് എഴുതി ചേർക്കാഞ്ഞത്? നിവർത്തിയായ പദം എഴുതി ചേർക്കാത്തതിൻ്റെ കാര്യം, മറ്റു 3 സുവിശേഷകന്മാരും യേശുവിൻ്റെ ക്രൂശീകരണം ദൂരവേ കണ്ടവരാണ്, ദൂരവെ നിന്ന് ദർശിച്ചവരാണ്. മർക്കോസൊക്കെ ആത്മനിറവിലാണ് ഈ പുസ്തകങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം ദൂരെ നിന്ന് കണ്ട സുവിശേഷകന്മാർ ഉറക്കെ വിളിച്ചു പ്രാണനെ വിട്ടു എന്ന് രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ മാത്രം എഴുതി വെച്ചു, ഉറക്കം നിലവിളിക്കുക മാത്രമല്ല, അവൻ നിവർത്തിയ എന്ന് പറഞ്ഞു. ഇത് യോഹന്നാൻ എഴുതാൻ കാര്യം, യോഹന്നാൻ യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന സന്ദേശം
ഉദ്ദേശം എന്താണെന്നറിയാമോ? അകലെ നിൽക്കുന്നവർക്ക് കേൾക്കാൻ കഴിയാത്ത ദൈവശബ്ദങ്ങൾ അടുത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ കഴിയും. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അകലെ നിൽക്കുന്നവർ പ്രാപിക്കാത്ത ദൈവശബ്ദങ്ങൾ അടുത്ത് നിൽക്കുന്നവന് പ്രാപിക്കാൻ കഴിയും. ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ചേർന്നിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ ദിവസം ദൈവത്തിന്റെ ശബ്ദം ക്ലിയറായി ശക്തമായി എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് അടുത്ത് നിങ്ങൾ നിന്നാൽ അകലെ നിൽക്കുന്നവർ കേൾക്കാത്തത് അടുത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുക. ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മോട് ഇടപെടുകയാണ്. ഈ ദിവസം അകലം വിട്ട് കർത്താവിനെ അനുഗമിക്കാതെ കർത്താവിനോട് ചേർന്ന് നിൽക്ക്, കർത്താവിനോട് കൂടെ നിൽക്ക്. കർത്താവിനോട് കൂടെ നിന്നാൽ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇമ്പസ്വരങ്ങൾ നന്നായി ക്ലിയറായി നമുക്ക് കേൾക്കാൻ കഴിയും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചേർന്ന് കരമൊന്നുയർത്തി ഒരു ആമേൻ പറയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പാടുന്നത് ഇങ്ങനെയാണ്: ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. ഇന്ന് പകൽ എത്ര പേർ സന്തോഷത്തോടെ വായ തുറന്ന് ദൈവസന്നിധി സമ്മതിക്കും? ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്, ദൈവത്തോട് സമയം ചെലവഴിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട അനുഭവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി പറ, ഈ ദിവസം ദൈവത്തോട് ചേർന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമല്ല വരുത്തുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് നമ്മെ ആത്മീയ നന്മയിലേക്ക്, ആത്മീയ പുരോഗതിയിലേക്ക്, ആത്മീയ ഉയർച്ചയിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഉള്ള യോഹന്നാൻ ആത്മനിറവിൽ യോഹന്നാൻ എഴുതിയ ലേഖനം വളരെ ശക്തമായിട്ട് എഴുതി രേഖപ്പെടുത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ലേഖനത്തിലൂടെ മുഖ്യമായും യോഹന്നാൻ ജനത്തോടുള്ള ബന്ധത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ദൈവജനം വിശ്വാസത്തിൽ ഉറക്കണം. രണ്ട്, ദുരുപദേശങ്ങളെ ഖണ്ഡിക്കണം. ഒന്ന്, ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആശ്രയത്തിൽ ദൈവജനം ഉറക്കണം. രണ്ട്, ദുരുപദേശങ്ങളെ ആഴമായി ഖണ്ഡിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് യോഹന്നാൻ ഈ ലേഖനം തയ്യാറാക്കുന്നത്. ഈ ലേഖനം താൻ എഴുതി വന്നിട്ട് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വിശദമാക്കുന്ന കാര്യം ഇങ്ങനെയാണ്: പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഈ പകൽ ഈ വാക്യത്തെ ആസ്പദീകരിച്ച് ഞാൻ ഇന്ന് പകൽ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം പിശാചിൻ്റെ പ്രവൃത്തി എന്താണ്, രണ്ട്, ദൈവപുത്രൻ്റെ പ്രത്യക്ഷതയുടെ ശ്രേഷ്ഠത എന്താണ്. അത് രണ്ടും വിശദീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുമെന്നാണ് ഞാൻ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. ഒന്ന്, പിശാചിൻ്റെ പ്രവൃത്തി എന്താണ്. രണ്ട്, ദൈവപുത്രൻ്റെ പ്രത്യക്ഷതയുടെ ശ്രേഷ്ഠത എന്താണ്. ഇവിടെ യോഹന്നാൻ വ്യക്തമാക്കുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. അപ്പൊ പാപം ചെയ്യുന്നവനെ വിശുദ്ധ ബൈബിൾ എന്താണ് വിളിക്കുന്നത്? മിടുക്കൻ എന്നാണോ? കഴിവുള്ളവൻ എന്നാണോ? അന്തസ്സുള്ളവൻ എന്നാണോ? മേന്മയുള്ളവനെന്നും കരുത്തനെന്നുമാണോ ഈ വേദപുസ്തകം പാപം ചെയ്യുന്നവനെ വിളിക്കുന്നത്? അല്ല. പാപം ചെയ്യുന്നവനെ വേദപുസ്തകം വിളിക്കുന്ന പേര് പിശാചിൻ്റെ മകനെന്നാണ്. അതേത് കൊട്ടാരത്തിൽ പിറന്നവനാണെങ്കിലും, ഏത് കുടിലിൽ പിറന്നവനാണെങ്കിലും, ഏത് വിദ്യാബഹുത്വമുള്ളവനാണെങ്കിലും, വിദ്യാഹീനനാണെങ്കിലും, ഏത് കുചേലനാണെങ്കിലും, കുബേരനാണെങ്കിലും, ഏത് സമ്പന്നനാണെങ്കിലും, ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണെങ്കിലും, കറുത്തവനാണെങ്കിലും, വെളുത്തവനാണെങ്കിലും, വേദപുസ്തകം പാപം ചെയ്യുന്നവനെ വിളിക്കുന്ന പേര് പിശാചിൻ്റെ മകനെന്നാണ്. പിശാചിൻ്റെ മകൻ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? പാപം ചെയ്യുന്നവനെ വേദപുസ്തകം അസന്നിഗ്ധമായി വിളിക്കുന്നത് പിശാചിൻ്റെ മകൻ എന്നാണ്. ഇനി അടുത്തത്, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ഞാൻ ആദ്യം പാപത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാം. എല്ലാവരും കേൾക്കണം. പാപം എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ ഇവിടെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം പ്രസംഗിക്കുന്ന സമയത്ത് പാപത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം ഞാൻ നടത്തിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടതറിയാം. ഇനി
പാപമെന്ന വാക്ക് രൂപപ്പെട്ടത് ഹമാറ്റിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നാണ്. അപ്പൊ ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതെന്തോ അത് പാപമാണ്. കേൾക്കുന്നുണ്ടോ? ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ എന്തെങ്കിലും വ്യതിചലിപ്പിക്കുന്നുണ്ടോ അത് പാപമാണ്. ഇനി ദൈവിക ലക്ഷ്യം എന്താണ്? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശ്യം എന്താണ്? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശ്യം, ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ നിർമ്മിച്ച് ആക്കി വെക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്തെ ആഴമേറിയ ഉദ്ദേശ്യമെന്ന് പറയുന്നത് ഈ മനുഷ്യൻ ദൈവവുമായി കൂട്ടായ്മ ആചരിക്കണം എന്നുള്ളതാണ്. ദൈവമായുള്ള കൂട്ടായ്മ ആചരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ, ഉദ്ദേശ്യത്തോടെ ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി വെക്കുന്ന സമയത്ത് പാപം ആ ലക്ഷ്യത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ചു. പാപം ആ ലക്ഷ്യത്തിൽ നിന്ന് അവരെ പുറകിലേക്ക് മാറ്റി. പാപം ആ ലക്ഷ്യം അവരിൽ മേൽ സമ്മതിക്കാതെ, അവരിലത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പാപത്തിൽ മനുഷ്യൻ വീണുപോയി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കി വെക്കുകയാണ്. മനുഷ്യനെ ആക്കി വെക്കുന്ന സമയത്ത് ആദ്യ പാപത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തോട്ടത്തിൽ മനുഷ്യനെ ദൈവം ആക്കി വെച്ച് കാര്യങ്ങളെല്ലാം ദൈവം അവരോട് പറഞ്ഞ് തോട്ടത്തിൽ വേല ചെയ്യുവാൻ, തോട്ടം കാപ്പാൻ ആക്കി വെച്ച മനുഷ്യൻ ആ തോട്ടത്തിലൂടെ സന്തോഷകരമായ ജീവിതം ഇങ്ങനെ ചെയ്തു വരവേ ഒരു ദിവസം പാമ്പിനകത്ത് കൗശലമേറിയ ജീവിയായതുകൊണ്ട് അതിനകത്ത് പിശാച് കയറിയിട്ട് ഹൗവ ഒറ്റയ്ക്കുള്ള സമയത്ത് പാമ്പ് ഹൗവയെ സമീപിച്ച് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾക്ക് തിന്നാമോ? തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാമോ എന്നൊരു സംശയത്തിൻ്റെ ധ്വനി ഇതാ പാമ്പ്, പൈശാചിക മണ്ഡലം ഇതാ ഹൗവയോട് ചോദിക്കുന്ന സമയത്ത് ഹൗവ പറയുന്ന വാക്കിങ്ങനെയാണ്: തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഞങ്ങൾക്ക് തിന്നുവാൻ അല്ലെങ്കിൽ ഭക്ഷിപ്പാൻ ദൈവം അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഞങ്ങൾ തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവ കൽപ്പനയോടുകൂടെ ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു. അടുത്ത വാക്ക് എന്താണ് ഹവ്വ പറയുന്നത്? തൊടുകയും അരുത്. ഈ തൊടുകയും അരുത് എന്ന വാക്ക് ഹവ്വയുടെ വായിൽ നിന്ന് വന്ന സമയത്ത് അടുത്ത പിശാചിന്റെ വാക്ക്: നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഈ വൃക്ഷഫലം നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നന്മ തിന്മകളെ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിനകത്ത് മോഹത്തെ ജനിപ്പിച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ, ദൈവാനുരൂപിയായ മനുഷ്യൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കേണ്ട മനുഷ്യൻ, പിശാചിൻ്റെ വശീകരണ വാക്കിനകത്ത് ഹൃദയത്തിനകത്ത് മോഹം കയറി. വേദപുസ്തകത്തിൽ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെയല്ലേ വായിക്കുന്നേ: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പൊറുന്നു എന്നാണ്. അപ്പോൾ മോഹം അവിടെ അകത്തേക്ക് കയറി. മോഹം അവിടെ അകത്തേക്ക് കയറുന്ന സമയത്ത് അവൾ ആ വൃക്ഷഫലത്തെ നോക്കിക്കണ്ടു. വൃക്ഷഫലത്തെ നോക്കിക്കണ്ടിട്ട് അവൾ തന്നെ പറയുന്ന വാക്കാണ്: തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. മോഹം ജനിച്ചപ്പോൾ അവിടെ അകത്ത് നിന്ന് മോഹം പുറത്തേക്ക് വരികയാണ്, പാപമായി പുറത്തേക്ക് വരികയാണ്. പാപമായി പുറത്തേക്ക് വന്നപ്പോൾ അവൾ ആ വൃക്ഷത്തെ കണ്ടിട്ട് അവൾ തന്നെ പറയുകയാണ്: തിന്മാൻ നല്ലതാണിത്, കാണാൻ ഭംഗിയുള്ളതാണിത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണിത് എന്ന് പറഞ്ഞ് ആ വൃക്ഷഫലം പറിച്ച് അവൾ ഭക്ഷിച്ചു. ഭർത്താവിനും കൊണ്ടു കൊടുത്തു. ഇരുവരുടെയും കണ്ണു തുറന്ന് അവർ നഗ്നരെന്ന് അറിഞ്ഞ്, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പാപം അവിടെ അകത്തേക്ക് പ്രവേശിച്ചു.
പാപം അവിടെ അകത്തേക്ക് പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ഏദൻ തോട്ടത്തിനകത്ത് സന്തോഷകരമായ കുടുംബജീവിതം അനുഭവിച്ച് മുൻപോട്ട് പോകണം, സന്താന വർധനവുള്ളവരായി ആ സ്ഥലത്തൊക്കെ വർദ്ധിക്കണമെന്നുള്ള വലിയ ലക്ഷ്യം ദൈവം അവരുടെ മേൽ ആക്കി വെക്കുന്ന സമയത്ത് പാപം അവിടെ അകത്തേക്ക് വന്ന് ആ ലക്ഷ്യത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞു. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പഴം അല്ലെങ്കിൽ ഈ വൃക്ഷഫലം അവർ ഭക്ഷിച്ചു തിന്നപ്പോൾ 3 മേഖലയിലാണ് പാപം അവിടെ അകത്തേക്ക് സ്വാധീനം ചെലുത്തിയത്. ഒന്ന്, അവർ ആ വൃക്ഷഫലം പറിച്ചു തിന്നപ്പോൾ ദൈവസ്നേഹത്തെ സംശയിച്ചു. ദൈവത്തിൻ്റെ വാക്കാണോ ദൈവരെ ഏദൻ തോട്ടത്തിനകത്തുനിന്ന് പുറത്താക്കിയതെന്ന് ചോദിക്കുന്നവരോട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും, അവർ ആ വൃക്ഷഫലം പറിച്ചു തിന്നപ്പോൾ 3 മേഖലയിലാണ് പാപത്തിൻ്റെ സ്വാധീനത അവരെ വല്ലാതെ അവരെ താട്ടിക്കളഞ്ഞത്. ഒന്ന്, ദൈവസ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചു, കൽപ്പന ലംഘിച്ചു. ദൈവസ്നേഹത്തെ സംശയിച്ചു. ദൈവം പറഞ്ഞ എന്താണ്? ഇത് നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അല്ലേ? തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പിശാചിൻ്റെ പ്രലോഭനം എന്താ? ഇത് നിങ്ങൾ തിന്നാൽ, ഇത് നിങ്ങൾ ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകും. അന്ന് ദൈവത്തിൻ്റെ വാക്കുകളെ സംശയിച്ച് പിശാചിൻ്റെ വാക്കിന് വില കൊടുത്തു. അപ്പൊ സംശയം ഉണ്ടാകുമ്പോഴാണ് അടുത്തത് അവിശ്വാസം പൊങ്ങുന്നേ. അല്ലേ? സംശയം ഉണ്ടാകുമ്പോഴാണ് അവിശ്വാസം പൊങ്ങുന്നത്. അങ്ങനെയാണ് കൽപ്പനയെ, ദൈവത്തിൻ്റെ വാക്കുകളെ അവർ അവിശ്വസിച്ചു. സംശയം ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചപ്പോൾ കൽപ്പനകളെ, ദൈവത്തിൻ്റെ വാക്കുകളെ അവർ അവിശ്വസിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു, അത് നിമിത്തം ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചു. പിന്നീട് നടന്നത് കൽപ്പന ലംഘനമാണ്. ദൈവം പറഞ്ഞു ഭക്ഷിക്കരുത്, അവർ അത് ഭക്ഷിച്ചു. പിശാചിൻ്റെ പ്രലോഭന വാക്കിനകത്ത് അവർ അത് കൂട്ടിച്ചേർന്ന് അത് ഭക്ഷിച്ചപ്പോൾ പാപം അവരുടെ അകത്തേക്ക് പ്രവേശിച്ചു. ഇനി രക്ഷാപദ്ധതിയിലും 3 ഘടകമാണുള്ളത്. ഒന്ന്, സ്വന്തം രക്ഷാപദ്ധതിയിൽ ദൈവസ്നേഹത്തെ സംശയിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചെങ്കിൽ, കൽപ്പനയെ ലംഘിച്ചെങ്കിൽ ദൈവസ്നേഹത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ് രക്ഷാ നടപടിയുടെ ആദ്യത്തെ ഘട്ടം. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, യേശു എനിക്ക് വേണ്ടിയാണ് ജീവൻ നൽകിയത്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു ജീവൻ കൊടുത്തത് എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ്, യേശുവേ, അങ്ങയുടെ കാൽവറി മരണം, ഞാൻ മരിക്കേണ്ട സ്ഥലത്ത്, എൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ട സ്ഥലത്ത് അങ്ങയുടെ ജീവൻ എനിക്ക് വേണ്ടി ഊറ്റിയല്ലോ എന്ന് പറഞ്ഞ് ആ സ്നേഹത്തിൽ ആശ്രയിക്കുന്നത്, ആ സ്നേഹത്തിൽ ഈ ഹൃദയം മുഴുവൻ കൊടുക്കുന്നതാണ് രക്ഷയുടെ ആദ്യത്തെ ഘട്ടം. പിന്നീട് ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുകയാണ്. പാപം അവിടെ അകത്ത് നിന്ന് ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിപ്പിച്ചപ്പോൾ വിശ്വസിക്കപ്പെടുന്ന, യേശുവിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് രക്ഷയുടെ 2ാമത്തെ ഘട്ടം കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുകയാണ്. ഈ 66 പുസ്തകങ്ങളിൽ വിശ്വസിക്കുകയാണ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയാണ്. 3, ദൈവത്തിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം എന്ത് കൽപ്പിച്ചാലും അത് ഞാൻ ചെയ്യും, ദൈവം എന്തെന്നോട് ഇടപെട്ടാലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്നതാണ് രക്ഷയുടെ 3ാമത്തെ മേഖല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ക്ഷയം നരാമീൻ പറഞ്ഞാട്ട് സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പൊ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. ഇനി അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പിശാച് ആദ്യം മുതൽ പറഞ്ഞേ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പാപം എവിടെയാണ് വേദപുസ്തകത്തിലുള്ളത്? പിശാചിന്റെ പാപത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഏതാണ്? യെശയ്യാവ് 14, എഹെസ്കേൽ 28. യെശയ്യാവ് 14, എഹെസ്കേൽ 28. എഹെസ്കേൽ 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. സത്താനെ കുറിച്ച് പറയുന്നത്, ആ ദൂതനെ കുറിച്ച് പറയുന്നത് ജ്ഞാനസമ്പൂർണനാണ്, സൗന്ദര്യ സമ്പൂർണനാണ്. ഇനി ഏകദേശം ഒരു 9 കൂട്ടം രത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ദൂതൻ. അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിക്കുന്നവനാണ്, ചിറക് വിരിക്കുന്ന കരൂപാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നോ? സത്താനെ കുറിച്ചാണ് പറയുന്നത്. ചിറക് മറയ്ക്കുന്ന, ചിറക് വിടർത്തുന്ന കരൂപാണ്. ഇനിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്നത് അരുണോദയ പുത്രനായ ശുക്ര എന്നാണ് പിശാചിനെ വിളിക്കുന്നത്. അരുണോദയ പുത്രനായ ശുക്ര, നീ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് നിലത്തു വീണു എന്ന് പറഞ്ഞു. എന്നിട്ട് വേദപുസ്തകം വ്യക്തമാക്കുന്നത് അവൻ്റെ ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞു എന്നാണ്.
സാഹസം കൊണ്ട് നിറഞ്ഞു. അവൻ്റെ ഹൃദയത്തിനകത്ത് ഒറ്റ ചിന്ത, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ സിംഹാസനം വെക്കും. സിംഹാസനത്തിൻ്റെ മേളിൽ സിംഹാസനം വെച്ചിട്ട് എല്ലാറ്റിനെയും വാണ് അരുളും എന്നൊരു അഹങ്കാരം, ഒരു നിക്കളം അവൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ, ഇങ്ങനെ രത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ദൂതനെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ദൈവം തൻ്റെ വാളിൻ്റെ വാഴ്ത്തലയാൽ വെട്ടി നിലത്തിട്ടു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ പാപത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നിഖളമാണ്, അഹങ്കാരമാണ്, ദൈവത്തേക്കാൾ ഉന്നതനാകുമെന്നുള്ള ഒരു മനോഭാവമാണ്. ആ മനോഭാവം ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അവനെ വെട്ടി നിലത്തേക്കിടുകയാണ്. ഇന്ന് പകലും ആത്മനിറവിൽ ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒന്നിനാലും നാം അഹങ്കരിക്കാൻ ഇടവരരുത്. ഒന്നിനാലും അഹങ്കരിക്കാൻ ഇടവരരുത്. നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നന്നായി ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന, ദൈവത്തിന് വേണ്ടി ഓടുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവേദനാണോ നിങ്ങൾ? നിങ്ങൾ ആ മേഖലയ്ക്കകത്ത് അഹങ്കരിക്കരുത്. ദൈവസന്നിധിയിൽ എന്തെങ്കിലും നന്മകൾ നമുക്കുണ്ടെങ്കിൽ ആ നന്മകൾ മുഴുവൻ ദൈവം തന്നതാണ്. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാടെ നാം വീഴണം. അഹങ്കാരം പാപത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മെ വഴി നടത്തും. പ്രിയപ്പെട്ടവരെ, നികളം പാപത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മെ വഴി നടത്തും. നാശത്തിനു മുമ്പ് നികളമെന്നാണ്, നാശത്തിനു മുമ്പ് ഉന്നത ഭാവമെന്നാണ്. ഇന്ന് പകലും യേശുവിൻ നാമത്തിൽ ഞാൻ ദൈവസഭയോട് ആത്മനിറവിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ പ്രവചിക്കുന്നു, ഒരു വിധത്തിലും നമുക്ക് അഹങ്കരിക്കാൻ അനുവാദമില്ല. ഇതെല്ലാം ദൈവം തന്ന ദാനമാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ചേർന്ന് ആമേൻ. രാത്രിയിൽ കിടന്നുറങ്ങി പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടെ അപ്പനോട് ചേർത്ത് അപ്പൻ്റെ കൈക്ക് പിടിച്ച് അമ്മയുടെ മാർവിൽ ചാർഞ്ഞ് വളരെ സന്തോഷത്തോടെ കിടന്ന് പ്രതീക്ഷയോടെ നാളത്തെ ടൈം ടേബിളൊക്കെ അടുക്കി വെച്ച് നാളെ നന്നായി സ്കൂളിൽ പോകണമെന്നുള്ള വിചാരത്തോടുകൂടെ നാളെ ജോലിക്ക് പോകണം, രാവിലെ മറ്റുള്ള സ്ഥലത്തേക്ക് എനിക്ക് യാത്ര ചെയ്യണം എന്ന പ്രതീക്ഷയോടെ കിടന്നുറങ്ങിയ പലതും ഇന്നും മണ്ണിന്റെ അടിയിലാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും? ഇന്ന് ഈ പകലും നമുക്ക് വിശ്വാസത്തോടെ വലിയ താഴ്മ മനോഭാവത്തോടെ പറയാം, കർത്താവേ, ജീവൻ നൽകിയത് അങ്ങയുടെ മഹാദയയാണ്. ഒന്നിലാലും അഹങ്കരിക്കാൻ എനിക്ക് അനുവാദമില്ല. 2024 ഈ 8-ാം മാസം 9-ാം തീയതി ഇതിനകത്ത് ഞാൻ വന്നിരിക്കുന്നെങ്കിൽ എൻ്റെ ബലം കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ എന്തെങ്കിലും പുണ്യ പ്രവർത്തികൾ കൊണ്ടോ അല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിന് എന്നോടുള്ള മഹാസ്നേഹം മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്നടിച്ചോ, കരമൊന്ന് ഉയർത്തിയോ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു പറയാ, ഒന്നിലാലും അഹങ്കരിക്കാൻ അനുവാദമില്ല. ഇല്ല ഇല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. ഇവിടെ യോഹന്നാൻ പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ഇനി അടുത്ത സന്ദേശമാണ് നിങ്ങളോട് എനിക്ക് ആഴത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹമുള്ളത്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനാണ്. പിശാചിന്റെ പ്രവൃത്തി എന്താണ്? ദൈവപുത്രന്റെ പ്രത്യക്ഷതയുടെ ശ്രേഷ്ഠത എന്താണ്? പിശാച് എന്തിനാ വരുന്നേ? നല്ലതിനാണോ വരുന്നേ? എല്ലാം അനുഗ്രഹമാക്കാനാണോ വരുന്നേ? എല്ലാ തരത്തിലും സമാധാനം വിതയ്ക്കാനാണോ വരുന്നേ? അല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് പുഷ്ടി നൽകാനല്ല വരുന്നേ. നമ്മുടെ സമാധാനത്തെ കെടുത്താനാ വരുന്നേ. പിശാച് വരുന്നത് നല്ലതിനാണോ? അല്ല. പിശാച് പിന്നെ എന്തിനാ വരുന്നേ? അത് 4 മേഖലയിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ, പിശാച് വരുന്നത് എന്തിനാണ്? കള്ളൻ വരുന്നത് എന്തിനാണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു പറയുന്ന വാക്കാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും
സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സാത്താൻ്റെ 3 പ്രത്യേക സ്വഭാവങ്ങൾ നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. 1 മോഷ്ടിക്കുക, 2 അറുക്കുക, 3 മുടിക്കുക. മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക. ഇനി നിങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ ഈ 10-ാം അധ്യായം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഞാനാകുന്നു എന്ന പ്രസ്താവനകൾ രണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു അധ്യായമാണ് 10-ാം അധ്യായം. 2 ഞാനാകുന്നു എന്ന പ്രയോഗങ്ങൾ നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. 1 ഞാൻ ആടുകളുടെ നല്ല ഇടയനാകും. 2 ഞാൻ വാതിൽ ആകുന്നു. ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകും. ഇനി നിങ്ങൾ 10-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും പിന്നീട് 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളും വായിച്ചാൽ ഇടയനും ആടും തമ്മിലുള്ള ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെ നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകളെ ഇടയൻ പേർ ചൊല്ലി പുറത്തു കൊണ്ടുവരുന്നു. ആടുകൾ അവനെ അനുഗമിക്കുന്നു. ഇടയൻ ആടുകളുടെ മുമ്പിൽ നടക്കുന്നു. അന്യന്മാരുടെ ശബ്ദം ആടുകൾ അറിയായതുകൊണ്ട് അങ്ങോട്ട് തിരിയാതെ ഇടയൻ്റെ ശബ്ദത്തിനകത്ത് ആടുകൾ മുൻപോട്ട് പോകുകയാണ്. പിന്നീട് ഇടയനെ കുറിച്ച് പറയുന്നത്, ഒരു നല്ല ഇടയനെ കുറിച്ച് പറയുന്നത്, ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. ഇങ്ങനെ ഇടയനും ആടും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് യേശു ഇങ്ങനെ വിശദീകരിച്ചു വന്നിട്ടാണ് 10-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കൊടുക്കുന്നു എന്നൊക്കെ യേശു പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്ന വാക്കിങ്ങനെയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അനുമതിയോ അവകാശമോ ഇല്ലാതെ, പ്രത്യേകിച്ച് രഹസ്യമായോ ബലപ്രയോഗത്തിലൂടെയോ നേടുക എന്നാണ്. അനുമതിയോ അവകാശവും ഇല്ല. ഈ ആടിനെ അവന് നേടിയെടുക്കാൻ ഒരു അനുമതിയോ അവകാശവും ഇല്ല. പക്ഷേ ബലപ്രയോഗത്തിലൂടെ, രഹസ്യത്തിലൂടെ അതിനെ നേടുക. അതാണ് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ. അറുക്കുക എന്ന് പറഞ്ഞാൽ ആ ആടിൻ്റെ സജീവ ഗുണങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സജീവ ഗുണങ്ങളെ നശിപ്പിക്കുക. മുടിക്കുക എന്ന് പറഞ്ഞാൽ ആ നിലനിൽപ്പ് തന്നെ പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നാണ്. അപ്പോൾ സാത്താനെ കുറിച്ച് പറയുന്നത്, അനുമതിയോ അവകാശമോ അവനില്ല. നമ്മുടെ മേലൊന്നും ഉണ്ടോ? നമ്മുടെ മേൽ അനുമതിയുള്ളത്, അവകാശമുള്ളത് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഇടയനാണ്. മനസ്സിലാകുന്നെങ്കിൽ ചേർന്നരാമേൻ പറ. നമ്മുടെ കർത്താവിനാണ് നമ്മുടെ മേൽ അവകാശമുള്ളത്. മനസ്സിലാകുന്നു? സഭയുടെ മേൽ അവകാശമുള്ളത് ആർക്കാ? സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവനാണ്. സഭയ്ക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്തവനാ. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഇടയനാണ് സഭയുടെ മേൽ അധികാരം. ആടുകളുടെ മേൽ അധികാരം. പക്ഷേ കള്ളന് അല്ലെങ്കിൽ സാത്താന് നമ്മുടെ മേൽ ഒരു അവകാശമോ അനുമതിയൊന്നുമില്ല. പക്ഷേ അവൻ രഹസ്യമായും ബലപ്രയോഗത്തിലൂടെ നമ്മെ നശിപ്പിക്കാൻ, നമ്മെ എടുത്തുകൊണ്ടുപോകാൻ, നമ്മുടെ നിലനിൽപ്പിനെ നശിപ്പിക്കാൻ, നമ്മുടെ പുരോഗതിയെ നശിപ്പിക്കാൻ കേറി വരുമ്പോ യേശു പറഞ്ഞു, ഞാൻ വന്നത് നല്ല ഇടയനായ, ഞാൻ വന്നത് ജീവനെ കൊടുത്ത ഇടയനായ, ഞാൻ വന്നത് പിശാചേ നീ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാ വന്നെങ്കിൽ ഞാൻ വന്നത് ജീവൻ നൽകാൻ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ സെക്ഷനിൽ വായ തുറന്നു പറ. നിന്റെ അനുമതി, ദൈവത്തിന്റെ അനുമതിയില്ലാതെ, അവകാശങ്ങളില്ലാതെ നിന്റെ തലമുറയെ രഹസ്യമായും ബലപ്രയോഗത്തിലൂടെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും യേശുവിന്റെ
ഞാൻ ആത്മനിറവിൽ ചിലരോട് പ്രവചിക്കുകയാണ്. ഇന്ന് പകൽ സാത്താന്റെ തന്ത്രങ്ങളും സാത്താന്റെ സകല പദ്ധതികളും ഇന്ന് പകൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത നമ്മുടെ ഇടയൻ ഇന്ന് പകൽ വെട്ടിമാറ്റാൻ പോകുകയാണ്. യേശു വന്നത് കൊല്ലാനല്ല, യേശു വന്നത് മുടിക്കാനല്ല, യേശു വന്നത് തകർക്കാനല്ല, ജീവൻ നൽകാൻ സമൃദ്ധിയായ. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചു പറ. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെക്ഷനിൽ എവിടെയൊക്കെയാണോ ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എവിടെയൊക്കെയാണോ ജീവന്റെ മേഖലകൾ തടസ്സങ്ങൾ കയറി വന്നിരിക്കുന്നത്, അവിടേക്കെല്ലാം സമൃദ്ധിയായ ജീവൻ ഇന്ന് പകൽ ഒഴുകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ റഗല ഗഡഗ ജഗല ഗഡഗ റബല ഗഡഗ ജഗൽ കരാസിയാദൽ അദർ ജാല ഗഡഗ പ്രഭാതിയാരഗ റദല ഗഡഗ ശംബൽ കരാദി. നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്ക്. അനുമതിയോ അവകാശവും ഇല്ലാത്ത വിഷയങ്ങളുമേൽ ബലപ്രയോഗത്തിലൂടെയും രഹസ്യമായും അതിനെ അപഹരിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ഉടച്ചിട്ട് അവിടെ എല്ലാം സമൃദ്ധിയായ ജീവൻ. 12 വർഷം രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീയെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. 12 വർഷം രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീ. അവൾ ഏറിയൊന്ന് സഹിച്ചു. പല വൈദ്യന്മാരാൽ അവൾ ചികിത്സ അവൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരുന്ന സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകം വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്, അല്ലേ? രക്തം ശരീരത്തിൽ നിന്ന് വാർന്നു പോയാൽ പിന്നെ ജീവൻ നിൽക്കത്തില്ല, അല്ലേ? നാം വായിക്കാറില്ലേ, രക്തം വാർന്ന് മരിച്ചുപോയി. അപ്പോൾ രക്തം വാർന്നു പോയാൽ, രക്തം ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ജീവൻ നഷ്ടപ്പെടും. 12 വർഷമായിട്ട് ഇവളെ പിടിച്ച് രക്തദാഹിയായ പൈശാചിക മണ്ഡലങ്ങൾ ഇവിടെ രക്തം ഇങ്ങനെ ആഴ്ന്ന് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അവളൊരു വാർത്ത കേൾക്കുകയാണ്, നസ്രയനെ കുറിച്ച്. വേദപുസ്തകം പറയുന്നത് ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെ മുൻപോട്ട് പോകുമ്പോൾ ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. തൊങ്ങൽ തൊട്ട മാത്രയിൽ വേദപുസ്തകം പറയുന്നതെന്ന് അറിയുമോ? അവിടെ രക്തസ്രവം നിന്നു. അർത്ഥം അവിടെ ജീവൻ നിന്നു, ജീവൻ നിന്നു. ഇന്ന് പകലും യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വേദപുസ്തകം പറയുന്നത് ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് യേശു പറഞ്ഞെങ്കിൽ 12 വർഷമായി അവിടെ നന്മകളെ, അവിടെ അവകാശങ്ങളെ, അവിടെ ജീവനെ കുടിച്ച് നശിപ്പിക്കുന്ന സകല ബാധകളെയും ഒരൊറ്റ സെക്കൻഡിൽ യേശു നിർത്തിയെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് പകൽ സമൃദ്ധിയായ ജീവൻ നൽകുന്നവൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ശരീരത്തിനകത്തെ എല്ലാ രോഗബന്ധനങ്ങളും ഇന്ന് പകൽ പൊട്ടട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സമൃദ്ധിയായ ജീവന്റെ വ്യാപാരം ഇന്ന് പകൽ നിന്റെ ഹാർട്ടിനകത്തേക്ക് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബ്ലോക്കുകളും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ പൊളിഞ്ഞു. ജീവൻ ഒഴുകാൻ തടസ്സമായി, രക്തം ജീവനാണ്, ആ രക്തം ഒഴുകാൻ, ജീവൻ ഒഴുകാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സമൃദ്ധിയായ ജീവന്റെ ഒഴുക്കിൽ അത് ഇന്ന് പകൽ തകരപ്പെടട്ടെ. ഒരുമിച്ച് അല്പസമയം കരമടിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞ് സമൃദ്ധിയായ ജീവൻ പിശാചിന്റെ അടുത്ത പ്രവൃത്തി എന്താണ്? എനിക്കതൊന്ന് ആഴത്തിലൊന്ന് വിശദീകരിക്കണം. പിശാചിന്റെ അടുത്ത പ്രവൃത്തി എന്താണ്? ലൂക്കോസ് എഴുതിയ സുവിശേഷം എടുത്തേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ആ വാക്യം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാകാം, ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിക്കണം. 13-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ
സാത്താൻ 18 സംവത്സരമായി. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. പിശാചിന്റെ ഒന്നാമത്തെ പ്രവൃത്തി മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക എന്നാണെങ്കിൽ ഇവിടെ പിശാചിന്റെ രണ്ടാമത്തെ പ്രവൃത്തിയെ ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം. യേശു ഒരിക്കൽ ശബത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. ശബത്തിൽ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാത്ത കൂനയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടിട്ട് അടുക്ക വിളിച്ചു. എന്നിട്ട് സ്ത്രീയെ, രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇനി എല്ലാവരും ഒന്ന് നോക്കണം. 18 സംവത്സരമായി ഒരു രോഗാത്മാവ്. ആ വാക്യം ഒന്ന് കാണിക്കാമോ? 18 സംവത്സരമായി ഒരു രോഗാത്മാവ്. എത്രാമത്തെ വാക്യമാണ് ആ വാക്യം? 13-ാം അധ്യായം. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. 11-ാം വാക്യം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്. 18 സംവത്സരമായി. നിങ്ങളെല്ലാവരും വായിച്ച ആ വാക്യം. ഒരു രോഗാത്മാവ് ബാധിച്ചപ്പോൾ എത്ര വർഷം പോയി? 18 വർഷം പോയി. ഇപ്പോൾ ലെഗ്യോൻ ബാധിച്ചവൻ്റെ ഗതികേട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം 6000 എണ്ണം കയറി. 6000 എണ്ണം കയറി. അപ്പോൾ അവൻ്റെ ജീവിതം എത്രത്തോളം വല്ലാത്ത പ്രശ്നത്തിലേക്കാണ് അവൻ തള്ളിവിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു രോഗാത്മാവ് ബാധിച്ചപ്പോൾ അവിടെ 18 വർഷമായി അവൾ കൂനയാണ്. 18 വർഷം അവൾക്ക് നഷ്ടപ്പെട്ടു. ഇനി അടുത്ത ദൂത്. ഇതെവിടെയാ സംഭവിക്കുന്നത്? അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഇപ്പൊ പള്ളിക്കകത്ത് നടക്കുന്നത്. അപ്പൊ 18 വർഷമായിട്ട് ഈ സഹോദരി എവിടെ വരുന്നുണ്ട്? പള്ളിയിൽ വരുന്നുണ്ടാകാം. ധാരാളം പ്രാവശ്യം നല്ല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാകാം. നല്ല വചനത്തിൻ്റെ വെളിപ്പാടുകൾ കേട്ടിട്ടുണ്ടാകാം. അവൾ ആ യോഗത്തിന് വന്നിരുന്ന് തിരിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും പറയുമായിരിക്കാം, നിനക്ക് രോഗമാണ്. എന്താണ്? രോഗമാണ്. കഴിഞ്ഞ 18 വർഷമായിട്ടും ഇവൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കേൾക്കുന്ന വാക്ക് രോഗം എന്നാണെങ്കിൽ, ഇന്ന് യേശു ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവളോട് പറയുന്നൊരു വാക്ക് ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, ഇത് രോഗമല്ല, രോഗബന്ധനമാണ്. അങ്ങനല്ലേ? അല്ലേ? രോഗമല്ല, സ്ത്രീ എന്നതിന് രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗമുണ്ട്, ബന്ധനമുണ്ട്. അപ്പം രോഗം ചികിത്സിച്ചാൽ പോകും, മരുന്ന് കഴിച്ചാൽ പോകും, ഇഞ്ചക്ഷൻ ചെയ്താൽ പോകും, മറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാൽ രോഗം മാറും. പക്ഷേ രോഗബന്ധനം അത് ചികിത്സിച്ചാൽ മാറില്ല, മരുന്ന് കഴിച്ചാൽ മാറില്ല, മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാറില്ല. മാറണമെങ്കിൽ ബന്ധനം അഴിക്കുന്നവൻ്റെ അടുക്ക വരണം. ആരെ ബന്ധനം അഴിക്കുന്ന? പാസ്റ്റർ ആണോ? പ്രവാചകനാണോ? അല്ല. കൃപയുള്ളവനാണോ? അല്ല. ബന്ധനം അടിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ബന്ധനം അടിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഈ ഒരു രോഗാത്മാവ് അവളെ ബാധിച്ചിട്ട് 18 വർഷം അവൾ കൂനയായി. അവിടെ ഒരു പുതിയ വാക്ക് ഈ യോഗത്തിൽ സംബന്ധിക്കുക കേൾക്കുകയാണ്. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് യേശു അവന്റെ മേൽ കൊന്ന് കൈവച്ചു. അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ്. മനസ്സിലാകുന്നെങ്കിൽ രാമേൻ പറയാം. ഞാൻ ഇനി അടുത്ത ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. അപ്പൊ രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. ഇനി ഞാൻ പറയുന്ന കേൾക്കണം നിങ്ങൾ. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അന്ന് സന്ധ്യയായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് യേശു അവരോട് പറഞ്ഞു. നമുക്ക് അക്കരയ്ക്ക് പോകാം. അന്ന് സന്ധ്യയായപ്പോൾ എന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് സന്ധ്യയായപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പുറകിലേക്കുള്ള വാക്യങ്ങൾ വായിച്ചാൽ വചനം പഠിപ്പിച്ച്, വചനം അവരെ നന്നായിട്ട് വ്യാഖ്യാനിപ്പിച്ച് കേൾപ്പിച്ച്, ഉപമകളെയൊക്കെ നന്നായി വിശദീകരിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് വചനത്തിൻ്റെ വിത്ത് ഇട്ടിട്ട് യേശു അന്ന് സന്ധ്യയായപ്പോൾ എന്ന് പറഞ്ഞാൽ വചനം കേട്ട, വചനം സ്വീകരിച്ച്, വചനത്തിനു വേണ്ടി ഹൃദയം സമർപ്പിച്ച്, വചനം ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് അന്ന് സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു നമുക്ക്
അക്കരയ്ക്ക് പോകാം. ഇതാ വളരെ സന്തോഷത്തോടുകൂടെ യേശുവും തൻ്റെ ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകുന്ന സമയം, ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. വളരെ സന്തോഷകരമായ യാത്ര ഇങ്ങനെ മുൻപോട്ട് പോകുകയാണ്. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വലിയ സന്തോഷത്തോടുകൂടെ മുൻപോട്ട് പോകുന്ന സമയത്താണ്, വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, അപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായെന്നാണ്. അപ്പോൾ എന്ന് പറയൽ എപ്പോൾ എന്ന് പറയൽ എപ്പോൾ പറ അക്കരയിലേക്ക് പോകുന്ന സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അല്ലേ. യേശു കൂടെയുണ്ട്. അമരത്തേശു തലയണ വെച്ച് ഉറങ്ങുകയാണ്. ശിഷ്യന്മാരെല്ലാവരും കൂടെയുണ്ട്. വചനം കേട്ടവർ, വചനത്തെ അംഗീകരിച്ചവർ, വചനം സ്വീകരിച്ചവർ. അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു ചുഴലിക്കാറ്റുണ്ടായി. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത പറ. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് പറഞ്ഞേ. ചുഴലിക്കാറ്റ് എങ്ങനെ ഇരിക്കും? വട്ടം കിടക്കും അല്ലേ. ചുഴലിക്കാറ്റ് വട്ടം കിടക്കുന്ന കാറ്റാ. മുമ്പോട്ട് പോകാൻ പറ്റില്ല, പുറകിലേക്ക് പോകാൻ പറ്റില്ല, ഇരുവശത്തേക്കും പോകാൻ കഴിയില്ല. അവരിങ്ങനെ വട്ടം കറക്കുകയാണ്. ഇപ്പം 12 ശിഷ്യന്മാരും അവരുടെ കയ്യിലിരിക്കുന്ന മുമ്പോട്ട് തുഴയുന്ന ആ തുഴയനുസരിച്ച് തുഴ കയ്യിൽ പിടിച്ച് നന്നായി കഠിനാധ്വാനം ചെയ്ത് തുഴഞ്ഞ് മുൻപോട്ട് കയറാൻ ആഗ്രഹിക്കുന്നെങ്കിലും മുൻപോട്ട് കയറാൻ കഴിയാതെ ഇങ്ങനെ മണിക്കൂറുകളായി ഈ പട ഇങ്ങനെ വട്ടം ചുറ്റുക. വട്ടം ചുറ്റുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിനകത്തൊരു കാര്യം ഉണ്ടായത്. ഞങ്ങൾ തനിയല്ല പുറപ്പെട്ടു വന്നത്, ഞങ്ങളുടെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവ് അമരത്ത് തലയിട വെച്ചുറങ്ങുകയാണ്. പെട്ടെന്ന് ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി ചോദിച്ചു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പെട്ടെന്ന് യേശു എഴുന്നേറ്റു. യേശു എഴുന്നേറ്റിട്ട് പറയുന്ന വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. യേശു എഴുന്നേറ്റിട്ട് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. വലിയ ശാന്തത ഉണ്ടായി. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യേശു എഴുന്നേറ്റു. എവിടെ? ആ പടകിൽ. യേശു ആ പടകിൽ എഴുന്നേറ്റിട്ട് ശാസിക്കുന്നത് കാറ്റിനെയാണ്. കാറ്റിനെ ശാസിച്ചു. കടലിനോട് പറഞ്ഞു, അനങ്ങാതിരിക്കുക, അടങ്ങ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കടലാണ് നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നത്. ആണോ? കടൽ ഇളകുന്നത് കൊണ്ടാണ് ഈ പടക് ഇളകുന്നത് അല്ലേ. കടൽ ഇളകിയില്ലെങ്കിൽ പടകിളകോ ഇല്ല. ശാന്തതയോടെ മുമ്പോട്ട് പോകാം. അപ്പോൾ കടൽ നന്നായിട്ട് ഇളകുന്നത് കൊണ്ടാണ് ഈ പടകിളകുന്നത്. പടകിളകുന്നത് കൊണ്ടാണ് പടകിലുള്ളവരും, നിങ്ങൾ ആ വാക്ക് പറയണം, പടകിലുള്ളവരും ഇളകുന്നത്. അവർ തനിയെ ഇളകുന്നതല്ല, പടകിളകുന്നോണ്ട് ഇളകുന്നതാ. പടക് തനിയെ ഇളകുന്നതല്ല, പറഞ്ഞു, കടൽ ഇളകുന്നത് കൊണ്ട് ഇളകുന്ന. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ ഈ കടൽ ഇളകുന്നു, പടകിളകുന്നു, പടകിലുള്ളവരെല്ലാം ഇളകി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. എന്ന് പറയാൻ അർത്ഥം എന്താണെന്നറിയോ? ഇളകുന്നത് പടകാണെങ്കിലും ഇളകുന്നത് കടലാണെങ്കിലും ഇളക്കുന്നത് കാറ്റാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ. 2024 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ശുശ്രൂഷയുടെ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൂതെന്താണെന്നറിയാമോ? ഇളകുന്ന ഉപരിതലത്തിൽ കാണുന്ന ഒരു മേഖലയല്ല നാം ഇന്ന് നമുക്ക് ശാസിക്കാൻ പോകുന്നത്. ഇതിന്റെ പിന്നിൽ ചലിക്കുന്ന ഇളക്കുന്നൊരു കാറ്റുണ്ട്. അതിനെ ആത്മനിറവിൽ ഞാൻ ആത്മാവിൽ ചിലരോട് പ്രവചിച്ചു പറയുന്നു, നിന്റെ തലമുറ ഇളകുന്നത്, നിന്റെ നന്മകളെ ഇളക്കുന്നത്, നിന്റെ ജീവിതത്തെ വട്ടം കറക്കുന്നത്, അങ്ങനെ വ്യാപരിക്കുന്ന, പൊങ്ങി വ്യാപരിക്കുന്ന ഒരു കാറ്റുണ്ട്. അതിനോടാണ് ഇന്ന് പകൽ നമുക്ക് പോരാട്ടമുള്ളത്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോട്, സ്വലോകങ്ങളുടെ ദുഷ്ടാത്മ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമടിച്ച ദൂതിന് ആമേൻ.
ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ പകൽ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നിന്റെ തലമുറയെ വട്ടം കറക്കുന്നത്, നിന്റെ തലമുറയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയാത്തത്, അവന്റെ ജീവിതത്തിനകത്ത് കോപം കൊണ്ടും മറ്റുള്ള പാപം കൊണ്ടും നിറയ്ക്കുന്നത്, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കാറ്റുണ്ട്. ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെക്ഷനിൽ യേശു എഴുന്നേറ്റ് അതിനെ ശാസിക്കുന്ന പകൽ. ഓ രാധാലാബ ശംദനാദയ ഹദാ രഗാ ദയാ രഗാ ദയാ മന ജഗൽ കരാദി ഹർബാ ലഗാ ജഗൽ കരാദിയ പ്രഭാതി റബാ ലഗാ ജഗൽ കരാ മന ശംദൽ കരാദിയ. അക്കരമടിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം സെക്ഷനിൽ ഈ ദിവസം കലക്കുന്നത്, ഈ ദിവസം അടിച്ച് നിന്നെ കറക്കുന്നത് എല്ലാം യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ പൊളിയണം, പൊളിയണം, പൊളിയണം. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്വീകരിക്കും. ലദാ രഗാ മന സംബര രഗാ ദയാ മന ജഗൽ കരാദിയ. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഭയിൽ ചില കുടുംബങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ച് അതരെ ജഗൽ കമൻ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കത്തില്ല, അക്കരയിൽ എത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞടിച്ച് പൊങ്ങുന്ന ചില കാറ്റുകളെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെക്ഷനിൽ യേശു എഴുന്നേറ്റ് ശാസിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇളകുന്നതല്ല, ഇളക്കുന്നത് ഇന്ന് പകൽ അടിയട്ടെ യേശുവിൻ നാമത്തിൽ. ഇളകുന്നത് പടകാണെങ്കിൽ ഇളക്കുന്നത് കാറ്റാണ്. യേശുവിന്റെ നാമത്തിൽ ഇളകുന്നത് പടകാണെങ്കിൽ, ഇളകുന്നത് കടലാണെങ്കിൽ, ഇളകുന്നത് നീയാണെങ്കിൽ, ഇളക്കുന്ന കാറ്റിനെ ഇന്ന് പകൽ ദൈവം എന്നെ ഹറ ബല മന ജല ധര ജല ധര ജല റബാ ലബാ റബാ ലഗാ ദയാ രഗാ ദയാ ഹദാ രഗാ ദിയാ മന ജഗൽ കരാ ദിയാ രദാ. ലക്ഷ്യസ്ഥാനത്തിലേക്ക് പാട്ടുപാടി പ്രാർത്ഥിച്ച് എൻ്റെ തലമുറ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ നീ പറഞ്ഞു വിട്ട പല മറുപടിയും ഈ ദിവസം വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയുടെ രണ്ടാം സെക്ഷനിൽ ആത്മാവ് ഇടപെടുകയാണ്. അതിന്ന് പകൽ യേശുവിൻ നാമത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ അതിനെ വട്ടം പറക്കുന്ന എല്ലാ കാറ്റുകളെയും നസ്രയിൽ ഇന്ന് പകൽ ശാസിക്കുന്ന പകലാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമടിച്ച് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാൻ പ്രിയപ്പെട്ടവരെ, യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം, കാറ്റിനെ ശാസിച്ചു എന്ന് പറഞ്ഞ അർത്ഥം കാര്യമാണ്. യേശു ശാസിച്ചത് കാരണത്തെയാണ്, കാര്യത്തെയല്ല. കേൾക്കുന്നുണ്ടോ? ഈ പടക് വട്ടം ചുറ്റാനുള്ള കാര്യം, ഈ പടക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇരിക്കാനുള്ള കാര്യം ഈ പടകിന്റെ മേൽ കാറ്റടിച്ചത് കൊണ്ടാണ്. കാറ്റടിച്ചത് കൊണ്ടാണ് ഇത് വട്ടം കറങ്ങുന്നേ, കാറ്റടിച്ചുകൊണ്ടാണ് തിരമാല പൊങ്ങുന്നേ, കാറ്റടിച്ചത് കൊണ്ടാണ് പടകിളകുന്നേ, കാറ്റടിച്ചത് കൊണ്ടാണ് ഈ പടകിലുള്ളവർ ഇളകുന്നേ. യേശു എഴുന്നേറ്റ് കാര്യത്തെ അല്ല ശാസിച്ചേ, കാരണത്തെ. ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ആ രോഗമല്ല വിഷയം, രോഗത്തിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് ബന്ധനമാണ്, രോഗബന്ധനമാണ്. യേശു എഴുന്നേറ്റു, യേശു എഴുന്നേറ്റു. ആ കാരണത്തെ എന്നേക്കുമായി
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആരാധിച്ചാൽ മതി കേട്ടോ. ഇന്ന് പകൽ നിന്റെ മുമ്പോട്ടുള്ള യാത്രകൾക്ക്, മുൻപോട്ടുള്ള ഗമനാഗമനങ്ങൾക്ക്, മുൻപോട്ടുള്ള ശുശ്രൂഷ ജീവിതത്തിന്, മുൻപോട്ടുള്ള കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാരണങ്ങൾ യേശുവിൻ നാമത്തിൽ, അതിന്റെ റൂട്ടുകൾ ദൈവം മകൾ വെട്ടിമാറ്റുക. ഒട്ടട്ടെ. ജബ രഗ ദയ മന രഗ ദയ മന ജഗൽ കരാ ദിയ രഗ ലഗ ദയ മന ജഗൽ കരാ ദിയ. ഇനി അടുത്ത ദൂത് നിങ്ങൾ കേട്ടോ. യേശു രോഗബന്ധനം അടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രോഗമല്ല വിഷയം, രോഗബന്ധന വിഷയം. അപ്പൊ 18 വർഷമായി അവളെ കൂണയാക്കിയത് രോഗബന്ധനമാണ്. യേശു പറഞ്ഞു രോഗം അടിഞ്ഞിരിക്കുന്നു എന്നല്ല, രോഗബന്ധനം അടിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ദൂത് നിങ്ങൾ കേട്ടോണം കേട്ടോ പ്രിയപ്പെട്ടവരെ. ഈ അത്ഭുതം നടന്നപ്പോൾ അവിടുത്തെ പള്ളിപ്രമാണി എഴുന്നേറ്റ് പറഞ്ഞു, മറ്റുള്ളവരെ നോക്കി പറഞ്ഞു, ദിവസത്തിൽ 6 ദിവസമുണ്ട്, 6 ദിവസത്തിൽ ഒരിക്കലെങ്കിലും സൗഖ്യമാക്കാൻ കഴിയില്ലേ? ഈ ശബത്തിൽ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് യേശുവിൻ മറ്റുള്ളവരോട് പറയുമ്പോൾ യേശു അവന്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന വാക്ക്, നിങ്ങളുടെ ശബത്തിൽ നിങ്ങളുടെ കാളകളെ, ആ കഴുതയൊക്കെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോവുകയില്ലേ? ആ ശബത്തിൽ അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ഇത് അബ്രഹാമിന്റെ മകളാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കഴുതയ്ക്കും നിങ്ങളുടെ കാളയ്ക്കും നിങ്ങൾ വില കൽപ്പിക്കുന്നെങ്കിൽ ഇതെന്റെ മകളാണ്, ഇതെന്റെ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ക്ഷയം രാമൻ പറയണം കേട്ടോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ കാളയ്ക്കും കഴുതയ്ക്കും അവകാശങ്ങളും അന്ന് ശബത്തിൽ വെള്ളം കൊടുക്കുന്ന കാര്യാദികൾക്കും അവർ മാറ്റിവെച്ചെങ്കിൽ, ഒരു മനുഷ്യന്റെ സൗഖ്യത്തിനകത്ത് അവരുടെ ജീവിതത്തെ വിമർശന മുഖമാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഈ പകൽ കർത്താവിന് കാളയേക്കാൾ കഴുതയേക്കാൾ മനുഷ്യൻ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തോട്ടെ. പക്ഷെ യേശു പറഞ്ഞു, എൻ്റെ മകൾക്ക് അബ്രഹാമിന്റെ ഈ അബ്രഹാമിന്റെ മകളുടെ ബന്ധനം അടിച്ചു വിടേണ്ടതല്ലയോ? സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറയാം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. ഇനി അടുത്തൊരു ദൂത് നിങ്ങൾ എല്ലാവരും കേട്ടോ. ഞാൻ ചില വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ, കേൾക്കണം നിങ്ങൾ. പിശാച് അവളെ ഒതുക്കാൻ 18 വർഷമായി അവളെ കൂനയാക്കി. 18 വർഷമായി അവൾ കൂന് ബാധിച്ച് നിലം മാത്രം കണ്ട് ചിലരുടെ മുഖം കാണാൻ കഴിയാതെ അവൾ കൂന് പിടിച്ച് 18 വർഷമായി അവൾ യാത്ര ചെയ്ത് പള്ളിയിൽ വന്ന് വീട്ടിൽ പോയി, പള്ളിയിൽ വന്ന് വീട്ടിൽ പോയി. എല്ലാ തരത്തിലും ഒരു അതപ്പതിപ്പിക്കപ്പെട്ട മേഖലയിൽ അവൾ ഇങ്ങനെ നിലത്തേക്ക് കുനിഞ്ഞ് നടന്ന് മുൻപോട്ട് വരുമ്പോൾ നിങ്ങൾ കേട്ടോണം പ്രിയപ്പെട്ടവരെ, പിശാച് 18 വർഷമായി അവളെ കൂനയാക്കിയെങ്കിൽ യേശു ആ കൂനിനെ അഴിച്ചു മാറ്റുന്നത്, ആ രോഗബന്ധത്തെ അഴിച്ചു മാറ്റുന്നത് 18 ദിവസം കൊണ്ടല്ല, 18 മാസം കൊണ്ടല്ല, 18 മിനിറ്റ് കൊണ്ടോ 18 സെക്കൻഡ് കൊണ്ടോ അല്ല, 18 മണിക്കൂറുകൾ കൊണ്ടല്ല. പിശാച് 18 വർഷമായി അവളെ കൂനയാക്കിയത് യേശു ഒറ്റ സെക്കൻഡ് കൊണ്ട്. വേദപുസ്തകം പറയുന്നറിയാമോ? ക്ഷണത്തിൽ അവൻ എഴുന്നേറ്റ് നിവർന്നു നിന്നു എന്നാണ്. എന്ന് പറയാൻ അർത്ഥം എന്താണെന്നറിയാമോ? പിശാചേ, നീ വർഷങ്ങളായി, മാസങ്ങളായി, ദിവസങ്ങളായി ഒതുക്കി ഞങ്ങളെ ബന്ധിച്ചാലും യേശുവിനെ ബന്ധനം അടിക്കാൻ ദിവസം വേണ്ടെന്ന്, മാസം വേണ്ടെന്ന് ക്ഷണത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ക്ഷേമ രാമേൻ പറയാം. എത്ര പേർക്ക് ആ ദൂതിന് രാമേൻ പറയാൻ കഴിയുന്നുണ്ട്? യേശുവിന് അധികാരമുള്ള നാമത്തിൽ പിശാച് വർഷങ്ങൾ കൊണ്ട് കെട്ടിയത് സെക്കൻഡുകൾ കൊണ്ട് അഴിക്കുന്നൊരു ദൈവം ഇന്ന് പകൽ ഇവിടെ. ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവോട് പറയുന്നു, പിശാച് വർഷങ്ങളായി ഒതുക്കിയത്, പിശാച് വർഷങ്ങളായി ഞെരുക്കിയത്, പിശാച് വർഷങ്ങളായി നിന്റെ തലയെ പൊക്കത്തിൽ എന്ന് പറഞ്ഞ് തല താഴ്ത്തിയത് ഇന്ന് പകൽ സെക്കൻഡ് കൊണ്ട് ദൈവം അടിക്കുന്ന പകലാണ്. കരമൊന്നടിച്ചു പറ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ എല്ലാ ദിവസവും മുഖം കുനിച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, പ്രാർത്ഥനയുടെ വിഷയത്തിനകത്ത് മറുപടികൾ വെളിപ്പെടുന്നില്ല, തലമുറയോർത്ത് ഭാരപ്പെട്ട് തല കുനിച്ച് അവന്റെ ജീവിതത്തിന്റെ പരാജയം കണ്ട് തല കുനിച്ച് നീ മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ആത്മാവിടപെടുകയാണ്. ഇന്ന് പകൽ പിശാച് തല കുനിച്ച ഇടത്ത് സെക്കൻഡുകൾ കൊണ്ട് നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുകയാണ്.
ചെയ്തൽ. ഞാൻ PMG ദൈവസഭയ്ക്കകത്ത് നിന്ന് ആത്മാവിന്റെ നിറവിൽ പ്രവചിച്ചു പറയുന്നു, ആ പള്ളിയിൽ അവൾ നിവർന്നിട്ട് 18 വർഷമായി. 18 വർഷമായും തല താഴ്ത്തിപ്പിടിച്ച് വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ ജീവിതത്തിനകത്ത് പൈശാചിക സ്വാധീനം വന്ന് അവളെ ഒതുക്കിയെങ്കിൽ, 18 വർഷമായി പിശാച് അവളെ കൂണയാക്കിയെങ്കിൽ, ആ പള്ളിയിൽ തന്നെ അവിടെ സെക്കൻഡുകൾക്കകത്ത് അവിടെ തലയെ ഉയർത്തിയ ഒരു വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചു. ഞാൻ ഇന്ന് പകൽ പൈശാചിക അധികാരങ്ങളോട്, സാത്താന്റെ തന്ത്രങ്ങളോട്, സാത്താന്റെ പദ്ധതികളോട് ആത്മനിറവിൽ ഇങ്ങനെ പറയാ, നീ വർഷങ്ങളായി കെട്ടിക്കോ, വർഷങ്ങളായി ഒതുക്കിക്കോ, മാസങ്ങളായി നീ ഒതുക്കിക്കോ. പക്ഷെ എൻ്റെ കർത്താവിന് ആ ബന്ധനം അടിച്ചു വിടാൻ മാസങ്ങൾ വേണ്ട, വർഷങ്ങൾ വേണ്ട, സെക്കൻഡുകൾ മതി. വിശ്വസിക്കുന്നെങ്കിൽ ആ കരമടിച്ചു പ്രതികരിക്കുന്ന പകൽ യേശുവിൻ പിശാചിന്റെ പ്രവൃത്തി എന്താണ്? അവൻ ബന്ധിക്കാൻ വരികയാണ്. യേശുവിന്റെ പ്രത്യക്ഷത ശ്രേഷ്ഠത എന്താണ്? അവൻ ബന്ധനം അഴിക്കാൻ വരികയാണ്. പിശാച് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്നെങ്കിൽ യേശു വരുന്ന ജീവൻ നൽകാൻ, സമൃദ്ധിയായ ജീവൻ നൽകാൻ. പിശാച് ബന്ധിക്കാൻ വരുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നത് ബന്ധിക്കാനല്ല, ബന്ധനം അടിച്ചു വിടാനാണ്. അതെത്ര എത്ര എത്ര കട്ടിയേറിയ, എത്ര ബലവത്തായ, എത്ര കരുത്തുള്ള ബന്ധനമാണെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് അഴിച്ചു വിടാനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? PMG ദൈവസഭയ്ക്കകത്ത് കർത്താവ് ഇന്ന് പകൽ ഉണ്ടെന്ന്, യേശു ഇന്ന് പകൽ ഉണ്ടെന്ന്. എന്തിനാ വന്നെന്നറിയാമോ? പിശാച് ബന്ധിച്ച എല്ലാ മേഖലയിലും ബന്ധനങ്ങൾ അഴിച്ചുവിടാൻ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ഇനി പിശാചിന്റെ പ്രവൃത്തി, മൂന്നാം മേഖലയിലുള്ള പ്രവൃത്തി എന്താണ്? പിശാചിന്റെ പ്രവൃത്തിയുടെ പ്രത്യേകത ഞാൻ അടുത്തതായിട്ടൊരു വാക്യത്തിലൂടെ വിശദീകരിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം, എല്ലാവരും ഒന്നെടുത്തേ. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം, അതിന് 34-35 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് സമയം പോകുന്നു. അവനോട് തുറന്നു വരിക എന്നർത്ഥം. ദക്കപ്പുലി നാട് കടന്നു. ഇപ്പോൾ എത്തിയ ഗലീല കടൽപ്പുറത്ത് യേശു വന്നു നിൽക്കുമ്പോൾ 3 പ്രദേശം വിട്ട് യേശു ഈ പ്രദേശത്തിലേക്ക്, ഗലീല കടൽപ്പുറത്തിലേക്ക് വന്നപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് ഒറ്റ പദ്ധതി, ഒരു മനുഷ്യന് വേണ്ടിയാണ് വന്നത്, ഒരു മനുഷ്യന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ കർത്താവ് എന്നെ ആ വചനത്തിലൂടെ ഒരു കാര്യം പഠിപ്പിച്ചത്, യേശു പുരുഷാരത്തിന് നടുവിലും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വലിയ ക്രൗഡിലകത്ത് മാത്രമല്ല യേശുവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഒറ്റയ്ക്ക് നിങ്ങൾ ഹൃദയം തകർന്ന് ഹൃദയത്തിൻ്റെ വേദനയോടെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കരുത്തുള്ളവനാണ് നാം ആരാധിക്കുന്ന ദൈവം. മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന് രാമൻ പറയണം. അപ്പം 3 പ്രദേശം വിട്ട് ദക്കപ്പുലി നാടിലേക്ക് യേശു, ഗലീല കടൽപ്പുറത്തിലേക്ക് യേശു വന്നപ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തി വിക്കനാണ്, പറ, ചെകിടനാണ്. എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാൻ പറ്റില്ല. കാരണം സംസാരിക്കാൻ പൂർണ്ണ രീതിയിൽ അവന് സംസാരിക്കാൻ കഴിയില്ല. കാരണം അവന് വിൽക്കാൻ, ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയങ്ങളെടുക്കും. ഇനി കേട്ടോ എല്ലാവരും, വിശ്വാസം എന്നാൽ എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസം എങ്ങനെയാ വരുന്നത്? റോമാലേഖനത്തിൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. ഇനി 3, വിശ്വാസം എങ്ങനെയാ പ്രായോഗിക നിലയിൽ വെളിപ്പെടുന്നത്? ആരെങ്കിലും സംശയിക്കാതെ വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അപ്പൊ വിശ്വാസം പ്രായോഗിക നിലയിൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? വിശ്വാസം പറയുമ്പോഴാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? വിശ്വാസം പറയുമ്പോഴാണ്. അപ്പൊ വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. കേൾവി ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം നമ്മുടെ അകത്തേക്ക് ശക്തമായിട്ട് വെളിപ്പെടുന്നത്. ഇനി വിശ്വാസം പ്രായോഗിക നിലയിൽ വെളിപ്പെടുന്നത്, വിശ്വാസം അകത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസം പറയുമ്പോഴാണ്.
വിശ്വാസം പറയണം. ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം, വേഗത്തിൽ പരിചയപ്പെടുത്താം, എല്ലാവരും കേൾക്കണം. നിങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീയുടെ ആ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അവിടെ ആ സ്ത്രീ പറയുന്നൊരു വാക്കുണ്ട്. ആ സ്ത്രീ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാവുന്നാണോ? അല്ല, ഞാൻ രക്ഷപ്പെടും. എന്താ പറയുന്നേ? ഞാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ വാക്യം? കണ്ടിട്ടുണ്ടോ ആ വാക്യം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാക്യം? അവിടെ അവൾ പറയുന്ന വാക്ക് 12 വർഷമായിട്ട് രക്തസ്രവമാണ്. ഏറിയൊന്ന് ചികിത്സിച്ചു, ഏറിയ വൈദ്യന്മാരെ കണ്ടു, ഏറ്റവും പരവശയായി. അപ്പോൾ ആദ്യം പോയ ആ നിലവാരത്തിലല്ല ഇപ്പോൾ 12ാമത്തെ വർഷത്തിൽ അവളായിരിക്കുന്നത്. ശരീരം മുഴുവൻ മെലിഞ്ഞു, എല്ലാ തരത്തിലും പുഷ്ടി നഷ്ടപ്പെട്ടു. ഈ സമയത്താണ് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേൾക്കുന്നത്. പെട്ടെന്ന് അവൾ പറയുന്ന വാക്ക് എന്താണ്? യേശുവിനെ തൊടണ്ട, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. 12 വർഷക്കാലമായി എല്ലാം നഷ്ടപ്പെട്ടവരുടെ വാക്കെന്താണ്? എല്ലാം തകർന്നവരുടെ വാക്കെന്താണ്? ഇനി പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുകയല്ല കേട്ടോ. 12 വർഷമായിട്ട് എനിക്കെല്ലാം നഷ്ടമാണ്, എല്ലാം തകർച്ചയാണ്, ഇനി എൻ്റെ ജീവിതം പുരോഗതിപ്പെടുത്തില്ല എന്നുള്ള മേഖലയിലല്ല അവിടെ വാക്ക്. അവൾ യേശുവിനെ കുറിച്ചുള്ള സംസാരം കേട്ടപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അവൾ പറഞ്ഞു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ആമേൻ പറ. 12 വർഷക്കാലമായി എല്ലാം നഷ്ടപ്പെട്ടവരുടെ വാക്ക് ഞാൻ രക്ഷപ്പെടുമെന്നാണെങ്കിൽ, പ്രതികൂലം വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ, പ്രതിസന്ധി വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ, 5 മാസമേ ആയിട്ടുള്ളൂ, ഇപ്പം നാം പറയുന്നത് രക്ഷപ്പെടത്തില്ലെന്നാണ്. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? തകർച്ച വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ, ഇപ്പം നാം പറയാം രക്ഷപ്പെടത്തില്ല. ആ രോഗം കണ്ടുപിടിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ, നാം പറയാം രക്ഷപ്പെടത്തില്ലെന്ന്. ഇല്ല, മനസ്സിലായില്ല നിങ്ങൾക്ക്? 12 വർഷമായി എല്ലാം നഷ്ടപ്പെട്ടവർ പറഞ്ഞു, യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അതാണ് വിശ്വാസം. മനസ്സിലാകുന്നെങ്കിൽ ഒരു ആമീൻ പറ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 2ാമത്തെ സെക്ഷനിൽ ആത്മാവ് ഇടപെടുകയാണ്. തകർച്ചയാണെങ്കിലും വെല്ലുവിളിയാണെങ്കിലും പോരാട്ടമാണെങ്കിലും പറയാം, യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും. മനസ്സിലാകും? 10 പ്രഭുക്കന്മാർ വന്ന് വിളിച്ചു പറഞ്ഞു, അവിടെ അനാക്യരുണ്ട് കേട്ടോ, അവിടെ മല്ലന്മാരുണ്ട് കേട്ടോ, അവിടെ അനാക്യർ ശക്തിയുണ്ട് കേട്ടോ, അതിഗായകന്മാരാ കേട്ടോ. ഞങ്ങൾ അവരെ കണ്ടപ്പോൾ വെട്ടിക്കിളിയെ പോലെ തോന്നി കേട്ടോ, നമുക്ക് അവകാശം പ്രാപിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ യോശുവയും കാലേബും പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കതിനെ മനസ്സിലാകുന്നെങ്കിൽ ആമേൻ പറ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ വിശ്വാസം പറ, വിശ്വാസം പറ. എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് അനാക്യരുള്ള മണ്ണും ദൈവം എനിക്ക് അവകാശമാക്കി തരും എന്ന് പറ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രക്ഷപ്പെടത്തിൽ എന്ന് പറയരുത്. ഞാൻ രക്ഷപ്പെടാൻ പോകുകയാണ്, ദൈവം എൻ്റെ സ്ഥിതി മാറ്റാൻ പോകുകയാണ്, ദൈവം എനിക്ക് വഴി തുറക്കാൻ പോകുകയാണ്. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുകയല്ല, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ വാക്കുകളെല്ലാം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയുടെ 2ാമത്തെ പകൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമടിച്ച് അല്പസമയം കൂടെ ഒന്ന് ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തെ അറിഞ്ഞ നീ രക്ഷപ്പെടാതിരിക്കുമോ? ദൈവത്തെ സേവിക്കും നീ രക്ഷപ്പെടാതിരിക്കുമോ? ദൈവത്തെ ആത്മാവിലും സത്യത്തിനും ആരാധിക്കുന്ന നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് രക്ഷപ്പെടുന്നത്? പറ, വാ തുറന്ന്. ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര വെല്ലുവിളി ഉണ്ടെങ്കിലും, എത്ര പോരാട്ടമുണ്ടെങ്കിലും, ശരീരത്തിൽ എത്ര രോഗമുണ്ടെങ്കിലും, യേശു എന്നെ തൊട്ടാൽ, ഞാൻ യേശുവിനെ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. ചുടാ ലബ റദാ ലഗാ ദിയ
അവിശ്വാസത്തിന്റെ സംശയങ്ങളുടെ എല്ലാ കൂമ്പാരങ്ങളും കൂടാരങ്ങൾക്കകത്ത് നിന്ന് പകൽ മാറട്ടെ യേശുവിൻ നാമത്തിൽ. ആ കാർമേഘ പടലങ്ങൾ കൂടാരങ്ങൾക്കകത്തുനിന്ന് മാറട്ടെ. ആ സംശയിപ്പിക്കുന്ന അവിശ്വസിപ്പിക്കുന്ന എല്ലാ വാക്കുകളും യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ രണ്ടാം സെക്ഷനിൽ ക്യാൻസൽ ചെയ്യട്ടെ. നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നിന്റെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ ശുശ്രൂഷയെ ദൈവം ആദരിക്കും. ഈ പട്ടണത്തിൽ ദൈവം നിന്നെ ഉയർത്തും. നിനക്കുള്ള വഴികൾ ഈ ദിവസം തന്നെ തുറക്കും. വാ തുറന്നു പറ, വാ തുറന്നു പറ. നിങ്ങൾ കേട്ടേ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവന്റെ ചെവി കേൾക്കാൻ പറ്റില്ല. ചെവി കേൾക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാക്യത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും. വിശ്വാസം അകത്ത് കയറാൻ കഴിയാതെ അവൻ്റെ ചെവിയെ, വിശ്വാസം കേൾവിയാലല്ലേ വരുന്നേ, കേൾവി ദൈവത്തിൻ്റെ വചനത്തിലല്ലേ വരുന്നേ. അപ്പോൾ വിശ്വാസം അവൻ്റെ അകത്ത് കയറാതെ അവൻ്റെ ചെവിയെ പിശാച് അങ്ങ് അടച്ചു. കേൾക്കുന്നുണ്ടോ? 2, വിശ്വാസം വാ തുറന്ന് പ്രഖ്യാപിക്കാൻ കഴിയാതെ, അതിനെ നല്ലവണ്ണം ഒന്ന് പ്രസന്റ് ചെയ്യാൻ കഴിയാതെ അവനെ നാവിനെയും പിശാച് അടച്ചു കളഞ്ഞു. യേശു വന്നു. യേശു വന്നിട്ട് തുപ്പി അവൻ നാവിൽ തൊട്ടു, ചെവിയിൽ വിരലിട്ടു. അങ്ങനെയല്ലേ വാക്യം? സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടിട്ട് യേശു പറഞ്ഞു യഫദാ. യഫദാ എന്ന് പറഞ്ഞ മാത്രയിൽ അവന്റെ ചെവി തുറന്നു. അവന്റെ നാവിന്റെ കെട്ടടിഞ്ഞു. അവൻ ശരിയായ നിലയിൽ സംസാരിച്ചെങ്കിൽ പിശാച് വരുന്നത് അടയ്ക്കാനാണ്. എന്റെ യേശു ഇന്ന് പകൽ വന്നത് പിശാച് അടച്ചത് മുഴുവൻ തുറക്കാൻ തുറന്ന്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറ. അവന്റെ വിരൽ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ള വിരലാണ്. അവന്റെ കൈ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ള കൈയാണ്. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. പിശാച് അടച്ച സമസ്ത മേഖലകളും ഇന്ന് പകൽ യേശു തുറന്നു വിടുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ 2024 ഓഗസ്റ്റ് മാസം 9-ാം തീയതി പിശാച് അടച്ചത് മുഴുവൻ യേശുവിൻ നാമത്തിൽ യഫദാ തുറന്നു വരിക. യഫദാ തുറന്നു വരിക. ഓപ്പൺ തുറന്നു വരിക. ശരിയായ നിലയിൽ വിശ്വാസം പറയാൻ കഴിയാതെ, ശരിയായ നിലയിൽ വിശ്വാസം സ്വീകരിക്കാൻ കഴിയാതെ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ആ എല്ലാ അടഞ്ഞ മേഖലകളും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ദൈവം തുറന്നു തരികയാണ്. യഫദാ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. നന്മയുടെ വാതിലുകൾ, ഉയർച്ചയുടെ വാതിലുകൾ, ആത്മീയ വാതിലുകൾ ഈ പകൽ തുറന്നു വരട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. പിശാച് വന്നത് അടയ്ക്കാനാണെങ്കിൽ നസ്രയൻ ഇന്ന് പകൽ PMG ചർച്ചിനകത്ത് വന്നിട്ടുണ്ട്. പിശാച് അടച്ചത് മുഴുവൻ നിന്റെ തലമുറയുടെ ഭാവി, അവന്റെ മുമ്പോട്ടുള്ള ഗമനം, ആഗമനം എല്ലാം അടച്ച എല്ലാ മേഖലകളിലും ഇന്ന് പകൽ ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ ഇതിനകത്ത് ഇറങ്ങി നടക്കുക. ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ ഇതിനകത്ത് ഇറങ്ങി നടക്കുക. അവൻ ചിലത് തുറന്നു 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 വിടുകയാണ്. യേശുവിൻ ദൈവമഹത്വം ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, വചനത്തിന്റെ തീ കത്തട്ടെ. ലദാ റബാ ലഗാ ദയാ മന ശബ്ദൽ കരാദി റബാ ലബാ റബാ ലഗാ ദയാ നയാദിഹ ശബർതാല പ്രവാദിഹ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, ഇന്ന് പകൽ പിശാച് അടച്ച സമസ്ത മേഖലകളെയും ഒരൊറ്റ വാക്കുകൊണ്ട് തുറക്കാൻ കരുത്തുള്ളവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ കരമടിച്ചു പറ. ഈ യോഗം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചില തുറക്കപ്പെട്ട വാതിലുകൾ, തുറക്കപ്പെട്ട
Rakatalaba Riamdala Prabadi Rabalaga Daya Mana Jala Dhara Mana Rabalaga Dia Mana Shambal Karadi Vishadala Maraka Prabadi Rotolobo Sheke Rakasa Rambaba Jagal Karadi. അവന്റെ വായുടെ കെട്ടടിഞ്ഞു, അവന്റെ ചെവി തുറന്നു വന്നു. ഇനി നിങ്ങൾ കേട്ടോ, ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. യേശു അവന്റെ തുപ്പി നാവിൽ തൊട്ട് ചെവിയിൽ വിരട്ട സമയത്ത് 2 പ്രാവശ്യം എഫ്രദ എന്ന് പറഞ്ഞു. പ്രാവശ്യം പറഞ്ഞു? 2 പ്രാവശ്യം പറഞ്ഞു? ഇല്ല, ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞപ്പോ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടടിഞ്ഞു. എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? യേശു ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ 2 മേഖലകളും ഒരുപോലെ തുറന്നു വന്നെങ്കിൽ ഏതൊക്കെ മേഖലകൾ പിശാചടച്ചാലും യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതിയെന്ന് അത് മുഴുവൻ തുറന്നു നൽകാൻ. അതും ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നു നിങ്ങൾക്ക്? യേശുവിന് അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഈ ദൂത് വഴി അടച്ച വിഷയങ്ങൾ തുറന്നു നൽകുക ദൈവം. വഴി അടച്ചത് ദൈവം തുറക്കുകയാണ്. വഴി അടച്ചത്, നന്മയുടെ വഴി അടച്ചത് ദൈവം ഇന്ന് പകൽ തുറന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് പ്രതികരിക്കുക. ആരും മിണ്ടാതിരിക്കരുത്. കണ്ണുകൾ അടച്ച് ആത്മനിറവിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഈ വചനം ഒന്ന് സ്വീകരിക്കുക. തുറക്കാൻ പോകുക ദൈവം. ചിലത് ഇന്ന് പകൽ തുറന്ന് നൽകാൻ പോകുകയാണ്. സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഈ പകൽ ദൈവം ചിലത് തുറക്കുകയാണ്. യഫദാ, തുറന്നു വരിക. യഫദാ, തുറന്നു വരിക. യഫദാ, തുറന്നു വരിക. യേശുവിൻ നാമത്തിൽ. ലതാ റബാ ലബാ റബാ ലബാ റബാ ലഗാ ദയാ മനാ ജഗൽ കരാദിയ റബാ ലബാ റബാ ലഗാ തുരി ജബൽ കരാദി. എല്ലാ കണ്ണും അടച്ച് ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റോട്ടെ. ദൈവത്തോട് ഇന്ന് പകൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ശാരീരികമായ ക്ഷീണമുള്ളവർക്ക് ഇരിക്കാൻ കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും എഴുന്നേൽക്ക്. അല്പസമയം കൂടെ നാം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പിശാചിന്റെ പ്രവർത്തികളെ അടിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാച് വരുന്നത് മോഷ്ടിക്കാൻ, അറുക്കാനാ, മുടിക്കാനാ. യേശു വരുന്നത് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ. പിശാച് വരുന്നത് ബന്ധിക്കാനാ, യേശു വരുന്നത് ബന്ധനങ്ങൾ അടിച്ചുവിടാനാണ്. ഈ പിശാച് വരുന്നത് അടച്ചു കളയാനാ, വഴിയെല്ലാം അടച്ചു കളയാനാ. പക്ഷെ ദൈവം വരുന്നത്, യേശു വരുന്നത് വഴി അടച്ച സമസ്ത മേഖലകളെയും തുറന്നു നൽകാൻ, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞ മാത്രയിൽ അവൻ്റെ വായുടെ കെട്ടടിഞ്ഞ് അവൻ്റെ ചെവി തുറന്ന് എവിടെയൊക്കെയാണോ ഹല്ലേലൂയ, അവൻ എവിടെയൊക്കെയാണോ ചെവി കേൾക്കാതെ, എവിടെയൊക്കെയാണോ വാ തുറന്ന് കാര്യം സംസാരിക്കാൻ കഴിയാതെ ഒതുക്കപ്പെട്ടത്, അവിടേക്കെല്ലാം അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയതുപോലെ ഇന്ന് പകൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഈ ചർച്ചിനകത്ത് ഇറങ്ങി വരികയാണ്. യഫദ, തുറന്നു വരട്ടെ ചിലത്, തുറന്നു വരട്ടെ ചിലത് യേശുവിൻ നാമത്തിൽ. 2024 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഇന്ന് പകൽ ചിലത് തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. പിശാച് അടച്ചത് മുഴുവൻ തുറക്കട്ടെ. വാ തുറന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്. മിണ്ടാതിരിക്കരുത് ആരും. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു ഇവിടെ, ദൈവ മഹത്വം ഇറങ്ങുന്നു.
പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് പകൽ ചില രോഗബന്ധനങ്ങൾ ഈ യോഗത്തിനകത്ത് പൊട്ടുകയാണ്. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടത്തെ. ദീർഘവർഷങ്ങളായി രോഗബന്ധനങ്ങളിട്ട് ശരീരത്തോട് പോരാടുന്നത് യേശുവിന്റെ നാമത്തിൽ പൊട്ടി തകരട്ടെ. ഇന്ന് പകൽ ചില അടയപ്പെട്ട വഴികൾ തന്റെ മക്കൾക്ക് വേണ്ടി തുറന്ന് തുറന്നുവാ, തുറന്നുവാ. സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ മരണഭീതി പൊട്ടട്ടെ. മരണത്തിന്റെ ഭീതികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. സമൃദ്ധിയായ ജീവന്റെ ഒഴുക്ക് കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. പ്രാപിച്ചു തുടങ്ങ്. ഒരു പാട്ടുപാടാൻ വെയിറ്റ് ചെയ്യാതെ ആത്മനിറവിൽ ആരാധിച്ചു തുടങ്ങ്. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ബലഹീനമായ ഒരു ദൈവദാസന്റെ കരമല്ല, ബലമുള്ള ദൈവത്തിന്റെ കരം നിങ്ങളുടെ തല മുതൽ പാദം വരെ ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവർ സ്വീകരിക്കുക. ഭാഷയിൽ സംസാരിക്കുക. ദീർഘനാളുകളായി നീ ചുമക്കുന്ന ചില ചുമടുകൾ ഇന്ന് പകൽ കർത്താവിനെ പൊട്ടിച്ചു മാറ്റുകയാണ്. നിനക്കൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. യേശുവിൻ നാമത്തിൽ നിന്റെ തല ഉയരാൻ പോകുകയാണ്. നിന്റെ തല ഉയർത്തപ്പെടാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ ഉയർത്തുന്ന, മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. പിശാചിന്റെ പ്രവർത്തികളെ അടിപ്പാൻ, പിശാചിന്റെ പ്രവർത്തികളെ അടിപ്പാൻ ഇന്ന് പകലും യേശു ഇവിടെ വന്നു. യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ ആത്മാവിൽ തിരിച്ചറിയുന്നു? ഈ യോഗം അവസാനിക്കും മുമ്പേ ചില മറുപടികളിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറയായിരിക്കുന്ന രാജ്യത്തിനകത്ത് ഇന്ന് പകൽ സംഭവിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അഭിഷേകം, ദൈവശക്തി. പ്രാർത്ഥിക്ക്. വിശ്വാസത്തോടെ ദൂതേറ്റെടുക്ക്. തുറന്നു വരട്ടെ. തുറന്നു വരിക, തുറന്നു വരിക, തുറന്നു വരിക. അടഞ്ഞ വഴി, അടയ്ക്കപ്പെട്ട വഴി, അടയ്ക്കപ്പെട്ട യാത്രകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വാ. രോഗബന്ധനങ്ങൾ അടിയട്ടെ. ഈ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിനകത്തെ രോഗബന്ധനങ്ങൾ, ആ രക്തത്തിനകത്ത് കയറിയ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം. വർഷങ്ങളായി നീ ചുമക്കുന്ന ചില രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ പ്രത്യക്ഷമായി അത് അഴിയട്ടെ. എല്ലാ കണ്ണും അടച്ച്
കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തി എന്താണ്? ദൈവപുത്രന്റെ പ്രത്യക്ഷ ശ്രേഷ്ഠത എന്താണ്? പിശാച് എവിടെയൊക്കെ മോഷ്ടിക്കാൻ വരുന്നു, എവിടെയൊക്കെ അറുക്കാൻ മുടിക്കാൻ വരുന്നു, അവിടെയെല്ലാം ജീവൻ നൽകാൻ, സമൃദ്ധിയായ ജീവൻ നൽകാൻ. പിശാച് എവിടെയാണ് ബന്ധിച്ചൊതുക്കുന്നത്, അവിടെ ബന്ധനങ്ങൾ പൊളിക്കാൻ, ആ ബന്ധനങ്ങൾ അടിക്കാൻ. പിശാച് എവിടെയൊക്കെയാണോ അടച്ച് നന്മകളെ മുഴുവൻ അടച്ച് ഒതുക്കുന്നേ, അവിടെയെല്ലാം തുറന്നു നൽകാൻ. യഫദാ, തുറക്കുന്ന ദൈവം. തുറക്കുക, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദാ എന്ന് പറഞ്ഞ മാത്രയിൽ വായും നാവും തുറന്നെങ്കിൽ, വായും ചെവിയും തുറന്നെങ്കിൽ, ഇന്നു പകൽ തുറക്കുന്നവൻ കർത്താവ് ഈ വചനം കൊണ്ട് ഈ ജനത്തെ അനുഗ്രഹിക്കണേ. ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനത്തെ വീണ്ടും ധ്യാനിച്ച് അവിടുത്തെ സന്ദേശം ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ 3 മേഖലയ്ക്കകത്ത് ഒരു ഭയങ്കര റിസൾട്ട് ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകൽ സംഭവിച്ചതിനായി സ്തോത്രം. ഹോറാബാഷ്, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ വചനം ഇവിടെ പറയാൻ അങ്ങ് പ്രകാശിപ്പിച്ചെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള മറുപടിയും അങ്ങ് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളൊരു പ്രസംഗം ചെയ്തിരിക്കുന്നവരായിട്ടല്ല, ഇന്ന് പകൽ അതിൻ്റെ വിടുതലുകൾ ജനം അനുഭവിക്കട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സമൃദ്ധിയായ ജീവനുകൾ ഉണ്ടാകട്ടെ, വാതിലെല്ലാം തുറന്നു വരട്ടെ. ഞാൻ ഈ ജനത്തെ ഈ വചനം കൊണ്ട് അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഇന്ന് കേട്ട ദൈവിക ദൂതിന് മുൻപാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. എന്നാൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ എൻ്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നെങ്കിൽ, ഹല്ലേലൂയ, പിശാച് കെട്ടിയ ചില കെട്ടുകളെ അഴിക്കുന്ന കർത്താവ്. ആമേൻ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ചില ബന്ധനങ്ങളെ, രോഗബന്ധനങ്ങളെ അഴിക്കുവാൻ എൻ്റെ യേശു വന്നെങ്കിൽ, ഹല്ലേലൂയ, ഓ കർത്താവിൻ്റെ അത്ഭുത കരമങ്ങ് വെളിപ്പെടുത്തിയെങ്കിൽ, ആമേൻ, ആമേൻ. ഓ 18 വർഷമായി കൂനി നിന്നവളെ, ആമേൻ, സമൂഹത്തിൻ്റെ മുമ്പിൽ നിവരെ നിൽക്കുമാറാക്കി ഒരു ക്ഷണത്തിൽ, ഓ ഹല്ലേലൂയ, ആമേൻ. എവിടെ പിശാച് കുനിയാൻ നോക്കിയോ അവിടെ കർത്താവ് വന്ന് നിവരെ നിർത്തുന്ന ദൈവമാ. ഇന്ന് ഈ വിശ്വാസത്തോടാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗബന്ധനങ്ങളെ അടിക്കുന്ന ദൈവം, ആമേൻ, ശരിയായി സംസാരിക്കുവാൻ കൃപ തരുന്ന ദൈവം, ആ സമൃദ്ധിയായ ജീവൻ നൽകുന്ന ദൈവം, ഹല്ലേലൂയ. ആ നല്ല കർത്താവ് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു കർത്താവാ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും കേട്ടോ. ഇന്ന് ചില വിടുതലുകൾ ദൈവം നൽകി തന്നിരിക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സംസാരിച്ച ദൈവം രാത്രിയിൽ നമ്മോട് സംസാരിക്കണം. തൻ്റെ അഭിഷക്തനെ ശക്തിയോടെ രാത്രികാലവും കരങ്ങൾ ഉപയോഗിക്കണം. ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പൊന്നു തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ പകൽ കർത്താവേ, അങ്ങയുടെ ദാസൻ കൂടെ ശക്തമായ ദൂതുകൾ ഞങ്ങളോട് അറിയിച്ചല്ലോ കർത്താവേ. കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ്, ആമേൻ, ഹല്ലേലൂയ, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണല്ലോ വന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണല്ലോ കർത്താവേ വന്നത്. ആമേൻ. പിശാച് വന്നത് അതേ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിപ്പാനുമാണെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയും ജീവിതത്തിൽ കടന്നു വരാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നവരായി, വിശ്വാസത്തിൽ മുന്നേറുന്നവരായി, വിശുദ്ധിയെ മുറുകെ പിടിക്കുന്നവരായി ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് തന്നാട്ട്. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. സഭയായി, കുടുംബങ്ങളായി, കുഞ്ഞുങ്ങളായി ദൈവം വിടുവിച്ചതിനായി സ്തോത്രം. ആമേൻ. കർത്താവിന്റെ അഭിഷക്തനെ പകൽ ഉപയോഗിച്ചല്ലോ, കുടുംബമായി പിന്നെയും ഉപയോഗിക്കണം, അനുഗ്രഹിക്കും. വൈകുന്നേരവും കർത്താവേ അവിടുന്ന് ശക്തമായി ഉപയോഗിക്കും. വൈകിട്ടും കർത്താവേ എല്ലാവർക്കും കടന്നു വന്ന് കർത്താവിന്റെ സന്നിധിയിൽ താണിരിപ്പാൻ കൃപ തന്നാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മടക്ക യാത്രയിൽ കൂടെ ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. ഇതുവരെ നടത്തിയ ദൈവത്തിന് കരമുയർത്തി
ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ മടങ്ങാം. വൈകിട്ട് നമുക്ക് 7 മണിക്ക് തന്നെ കൃത്യം ആരംഭിക്കും പ്രാർത്ഥന. എല്ലാവരും കടന്നു വരിക, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്.